നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പ്രവേശനത്തിൽ തീരുമാനമുണ്ടാക്കി രജനീകാന്ത്. ഡിസംബർ 31-ന്, ഈ മാസം 31-ന് പാർട്ടി പ്രഖ്യാപിക്കും. ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കും. സത്യസന്ധവും അഴിമതി മുക്തവുമായ പാർട്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മാറ്റത്തിന് സമയമായെന്നും രജനീകാന്ത് പറഞ്ഞു. വിഷയത്തിൽ നമ്മോടൊപ്പം ആദ്യം ധന്യ രാജേന്ദ്രൻ, ദ ന്യൂസ് മിനിറ്റ് എഡിറ്റർ ഇൻ ചീഫ്. ധന്യ, എന്ത് മാറ്റമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്നത്? തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അറ്റ്ലീസ്റ്റ് ഈ വരാൻ പോകുന്ന ഇലക്ഷൻ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാക്കും. എന്നാൽ രജനീകാന്ത് ഇതുവരേക്കും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം രണ്ട് ദ്രവിഡൻ പാർട്ടീസിന്റെയും കൂടെ യോജിക്കില്ല, ഒരു നോൺ ദ്രവിഡൻ ഓപ്ഷൻ തമിഴ്നാട്ടിൽ ജനങ്ങൾ കൊടുക്കുമെന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഇലക്ഷൻ പോകുന്നതെങ്കിൽ രജനീകാന്തിന്റെ പാർട്ടി ഒരു മൂന്നാമതൊരു അലയൻസ് തമിഴ്നാട്ടിൽ സൃഷ്ടിക്കുമോ? അങ്ങനെ എത്ര പാർട്ടികൾ അദ്ദേഹത്തിന്റെ ഒപ്പം പോകും? ഇതെല്ലാം അനുസരിച്ച് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഈ ഇലക്ഷനിൽ ഒരു രജനീകാന്ത് നയിക്കുന്ന, അതായത് അദ്ദേഹം ഈ AIADMK BJP അലയൻസിൽ ചേരുന്നില്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന ഒരു തേർഡ് അലയൻസ് അല്ലെങ്കിൽ തേർഡ് ഓൾട്ടർനേറ്റീവ് സാധ്യതയുണ്ട്. ഈ ഓൾട്ടർനേറ്റീവ് ഒരു കൺസിഡറബിൾ amount ഓഫ് വോട്ട്, അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ VCK അല്ലെങ്കിൽ MDMK, DMDK എന്നീ പാർട്ടികളിൽ ഏതാനും പാർട്ടികൾ. ശരി, ഞാൻ ധന്യയിലേക്ക് മടങ്ങിയെത്താം. അരുൺ റാം, ടൈംസ് ഓഫ് ഇന്ത്യ ചെന്നൈ റെസിഡന്റ് എഡിറ്റർ. അരുൺ, സ്പിരിച്വൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ, സ്പിരിച്വൽ സെക്യുലർ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ തമിഴ് ജനതയ്ക്ക് കഴിയുമോ? അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ജീവിച്ച ഒരു തമിഴ് ജനതയ്ക്ക് ഈ സ്പിരിച്വൽ സെക്യുലർ പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാകുമോ? അരുൺ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നോക്കൂ, അതേ ചോദ്യം തന്നെ. ഈ സ്പിരിച്വൽ സെക്യുലർ പൊളിറ്റിക്സ് എന്താണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ രജനീകാന്ത് ഇനി ശ്രമിക്കുമായിരിക്കും. പക്ഷെ അത് ദ്രാവിഡ രാഷ്ട്രീയത്തിലുള്ള തമിഴ് ജനതയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഈ സ്പിരിച്വൽ സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ലളിതമായി തമിഴ് ജനതയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. സെക്യുലറിസം എന്ന് മാത്രം പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. തമിഴ്നാട്ടിലെ തമിഴ് ജനത എന്ന് പറയുമ്പോൾ അവർ എത്രയോ കാലമായി ആ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൽ മുഴുകി കഴിയുന്നവരാണ്. അവർക്ക് ഓപ്ഷൻ ഒന്നുമില്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ DMK അല്ലെങ്കിൽ ADMK. അതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് എന്ന തേർഡ് ഓപ്ഷൻ പോലുള്ള ഒരു അപ്രസക്തമായ പാർട്ടിയായി അവിടെ മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് രജനീകാന്ത് 1996 മുതലെങ്കിലും കേൾക്കുന്ന ഒരു കാര്യമാണ് രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശം എന്നുള്ളത്. ആ രാഷ്ട്രീയ പ്രവേശം എന്നുള്ളത് ഇപ്പോൾ 4 നൂറ്റാണ്ട് പഴക്കമുള്ള ആ വാർത്ത ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നതായി പ്രഖ്യാപനം വന്നിരിക്കുന്നു. അത് 2021 തന്റേതായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് ഏത് രീതിയിൽ തമിഴ് ജനത സ്വീകരിക്കും എന്നതിന് അപ്പുറത്ത് തമിഴ് ജനതയ്ക്ക് അപ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അവർക്ക് DMK ഉണ്ട്, ADMK ഉണ്ട്, അതിനപ്പുറത്തൊരു രാഷ്ട്രീയ പാർട്ടി ആവശ്യമുണ്ടോ എന്ന ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം വ്യക്തതയോടെ നൽകാൻ രജനീകാന്തിന് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം അത്രമാത്രം ഇങ്ങനെ വേവർ ചെയ്തു നിന്ന ആളാണ്. രണ്ട് മനസ്സുകളിൽ, നമ്മുടെ ഹാംലെറ്റിനെ പോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം. ആ പ്രശ്നവും പ്രതിസന്ധിയും ഇനിയും തുടരാനാണ് സാധ്യത. അതുകൊണ്ട് തമിഴ് ജനതയെ വലിയ തോതിൽ ആകർഷിക്കാൻ രജനീകാന്തിന് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ രജനീകാന്ത് തീരുമാനമെടുത്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 4 മാസങ്ങൾക്കിപ്പുറത്താണ്. നമുക്കറിയാം, 1982 NT രാമറാവു ഏതാണ്ട് 9 മാസങ്ങൾക്ക് മുൻപാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച. 82 അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു. 83 ആന്ധ്രയുടെ ഭരണം പിടിച്ചെടുക്കുന്നു. സമാനമായ വിധത്തിൽ ഒരുപക്ഷെ NT രാമറാവുവിനേക്കാളും ക്ലൗട്ടുള്ള രജനീകാന്ത്, MT രാമറാവുവിന് അന്ന് 60 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ രജനീകാന്തിന് പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലില്ലാതെ തന്നെയും 70 വയസ്സാവുകയും ചെയ്തിരിക്കുന്നു. ഇത് സാധ്യമാണല്ലേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ആന്ധ്രാപ്രദേശ് ഒരു രാഷ്ട്രീയ വിസ്മയമായിരുന്നു. ആന്ധ്രാപ്രദേശ് അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കളം ഒരുങ്ങിക്കിടന്ന സാഹചര്യം അന്നുണ്ടായിരുന്നു. അവിടെ
ആന്ധ്രാപ്രദേശ് അവഗണിക്കപ്പെടുന്നു, അവരുടെ നേതാക്കന്മാർ ആക്ഷേപിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആന്ധ്രാക്കാരുടെ തെലുങ്കരുടെ ആത്മഗൗരവം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അന്നേരം NTR രംഗത്തേക്ക് വന്നത്. പക്ഷെ അതേ രംഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയ സന്നാഹങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. രാമോജി റാവുവിനെ പോലെയുള്ള മാധ്യമ ഉടമകളും ഈ തന്ത്രങ്ങൾ വയ്ക്കാൻ കഴിയുന്നവരും ഒക്കെ പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് തമിഴ്നാട്ടിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രജനീകാന്ത് തന്നെ ആശങ്കപ്പെടുന്നത് പോലെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ പ്രായം, ഇതെല്ലാം ഒരു അനുകൂലമായ ഘടകങ്ങളല്ല. അതുകൊണ്ട് നമുക്ക് ആന്ധ്രാപ്രദേശിൽ അന്ന് NT രാമറാവു നേടിയ വിജയത്തെ ഓർത്തുകൊണ്ട് താരതമ്യം ചെയ്യാവുന്ന അവസ്ഥയിലല്ല രജനീകാന്ത് ഇന്ന് തമിഴ്നാട്ടിൽ. ശരി, ദയവായി തുടരുക. ശ്രീ അരുൺ റാം, എന്ത് വെല്ലുവിളിയാണ് രജനീകാന്തിന് പ്രധാനമായും ഉണ്ടാകാൻ പോകുന്നത്? രജനീകാന്തിന്റെ മുമ്പിലുള്ള പ്രധാന വെല്ലുവിളികൾ ഏവാ? ആദ്യത്തെ വെല്ലുവിളി ഒരു കാഡർ ബേസ്ഡ് ഒരു പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും രജനിയുടെ ആദ്യത്തെ വെല്ലുവിളി. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് ആരാധകരുണ്ട്. പക്ഷെ ഈ ആരാധകരും കാഡേഴ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ DMK അല്ലെങ്കിൽ AIADMK പോലുള്ള പാർട്ടികൾ അവരുടെ എഫിഷ്യൻസി കാണിക്കുന്നത് അവരുടെ കാഡർഷിപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് രജനിക്ക് അത്തരമൊരു ഈ ഫാൻസിനെ, ഈ ആരാധകരെ എങ്ങനെ പ്രബുദ്ധരായിട്ടുള്ള ഒരു കാഡർഷിപ്പായിട്ട് മാറ്റാൻ കഴിയും എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ഇലക്ഷൻ, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് റിസോഴ്സസ് വേണം, ഒരുപാട് പൈസ വേണം. അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് രജനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിനുള്ള ബാക്കപ്പ് പലരും ചിലപ്പോൾ കൊടുത്തേക്കാം. അവിടെ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം ആരോട് കൂട്ടുപിടിക്കണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് വരുന്നത്. പിന്നെ ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ സ്പിരിച്വൽ പോളിറ്റിക്സ് എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാം. സ്പിരിച്വൽ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ആദ്യം ഇദ്ദേഹം ഇത് അവതരിപ്പിക്കുക 2017 ഡിസംബർ 31 രജനികാന്ത് ആദ്യമായിട്ട് ഇത് പറയുന്നത്. ഞാൻ അരസിയൽ വരുവേൻ, ഇത് കാലത്തിൻ കട്ടായം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഒരു ഗംഭീരമായിട്ട് ആളുകൾ സ്വീകരിച്ചൊരു സംഭവമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞ സ്പിരിച്വൽ പോളിറ്റിക്സിനെ കുറിച്ച്. ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമുണ്ട്. ദ്രാവിഡ കഴകങ്ങൾ എന്ന് പറയുമ്പോൾ ദ്രാവിഡ മുന്നേറ്റ കഴകം, അടയിത്തു ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന രണ്ട് പാർട്ടികളും, ഇത് ഒരു ദ്രവീഡിയൻ മൂവ്മെന്റ് തുടങ്ങുമ്പോൾ ഇതൊരു റാഷണലിസത്തിൽ നിന്ന്, ഒരു നാസ്തികതയിൽ നിന്ന് തുടങ്ങിയത് ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ DMKയുടെ പ്രശ്നങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് കോവിൽ പോകേണ്ട ഒരു അവസ്ഥ DMKയിൽ വിശ്വസിക്കുന്ന പല ആളുകൾക്കും വന്നു. അപ്പോൾ അതല്ലാതെ ധൈര്യമായിട്ട് കോവിൽ പോകാമെന്ന് പറഞ്ഞു കൊടുത്തത് MGRും ജയലളിതയുമായിരുന്നു. അപ്പോൾ തന്നെ സ്പിരിച്വൽ പോളിറ്റിക്സ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു രജനി ഇവിടെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലം, രജനി ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ്, അതിരിക്കട്ടെ. എങ്കിലും ഈ ഞാനൊരു ദ്രാവിഡനാണ്, ഒപ്പം തന്നെ ഞാൻ ഒരു വിശ്വാസിയുമാണെന്ന് പറയുന്നതിൽ ഒരു എന്താ പറയുക, ഒരു അപ്പോളജി ഇല്ലാതെ അങ്ങനെ ഒരു അസ്തിത്വം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊരു സ്മാർട്ട് മൂവാണ്. പക്ഷെ ഇതിനു മുമ്പ് തന്നെ അവിടെയും പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ AIADMK ഓൾറെഡി ജയലളിത പരസ്യമായിട്ട് അമ്പലങ്ങളിൽ പോയി അന്നദാനം ചെയ്യുകയും അങ്ങനെയുള്ള പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. MGR ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്പേസ്, ഞാനൊരു സ്പിരിച്വൽ ആളാണെന്നുള്ളൊരു സ്പേസ് അങ്ങനെ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി ഒരു വേക്കൻറ്റ് സ്പേസ് അല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം സ്പിരിച്വൽ പോളിറ്റിക്സ് എന്നുള്ളൊരു സംഭവം അത് വിൽക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഈ പ്രാന്തപ്രദേശങ്ങളിലും മറ്റ് ചെറിയ ടൗൺസിലുമൊക്കെ ഈ ഒരു ഐഡിയ വിൽക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ രജനിക്ക് ഒരുപാട് അതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹം ചെയ്യേണ്ടത് ഒരു ഫൈൻ ബാലൻസ് ആണെന്ന് തോന്നുന്നു. ഇതൊരു തമിഴ്നാടിന്റെ നമ്മൾ പറയും ഇതൊരു ദ്രാവിഡ രാജ്യമാണെന്നൊക്കെ പറയുമെങ്കിലും ആളുകൾ കോവിലിൽ പോകാൻ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള അമ്പലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇവിടെ ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന അമ്പലങ്ങൾ കാരണമാണ്. ലോകത്തിലെ എല്ലാവരും ഇവിടുത്തെ അമ്പലങ്ങളിലും ഇവിടുത്തെ ദൈവങ്ങളെയും കാണാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ ആ ഒരു പൈതൃകവും ആ ഒരു ട്രഡീഷനും ഒന്നും മറന്നുകൂടാതെ തന്നെ, ഒപ്പം അതിനെ മുൻനിർത്തിക്കൊണ്ട് അപ്പോൾ എന്റെ രാഷ്ട്രീയവും എന്റെ ഒരു എന്താ പറയുക, എന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം, ഒരു പോളിറ്റിക്സും അല്ല എന്റെ ട്രഡീഷൻ ആയിട്ടുള്ള എന്റെ വിശ്വാസവും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് സ്പിരിച്വൽ പോളിറ്റിക്സ് എന്ന് രജനി പറയുന്നതെങ്കിൽ അതിന് ഒരുപാട് ആരാധകർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ജയലളിത ആയിക്കൊള്ളട്ടെ, MGR ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ അവിടുത്തെ ഭൂരിപക്ഷം മതവിഭാഗത്തിൽ നിന്ന് വരുന്നവരല്ല. MGR ആയിക്കൊള്ളട്ടെ, ജയലളിത ആയിക്കോട്ടെ, അവര് തമിഴന്മാർ പോലും ആയിരുന്നില്ല. എന്നിട്ടും അവരെ തമിഴ് ജനത ആശ്ലേഷിച്ചു. ശ്രീ അരുൺ റാം നോക്കൂ, പക്ഷേ അവർക്കെല്ലാം ഒരു തീരുമാനമുണ്ടായിരുന്നു, ഒരു വാക്കുണ്ടായിരുന്നു.
രജനീകാന്ത് നമുക്ക് സിനിമ കാണാൻ വളരെ ഇഷ്ടമാണ്. ആദ്യ ദിവസം തന്നെ ഇടിച്ചു കയറാൻ നമ്മളെല്ലാം തയ്യാറാണ്. പക്ഷേ രജനീകാന്ത് ആ ഒരു സ്ക്രീൻ പ്രസൻസിനപ്പുറത്തേക്ക് ഒരു വ്യക്തമായ അഭിപ്രായം പറയാൻ തന്നെ തയ്യാറുള്ള ഒരു രാഷ്ട്രീയ പടയാളിയാണോ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം? നികേഷ്, ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിന്റെ DNA പോളിറ്റിക്സ് ഇല്ല. രജനീകാന്തിന് ചിലപ്പോൾ അംബീഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ DNA പരിശോധിച്ചു കഴിഞ്ഞാൽ രജനീകാന്ത് ഒരു രാഷ്ട്രീയക്കാരനെ അല്ല. അതിന് ഞാൻ പറയാൻ കാരണം, ജയലളിതയും കരുണാനിധിയും ജീവിച്ചിരുന്ന സമയത്ത് രജനീകാന്ത് ഒരിക്കലും അവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. 1996 ആണ് ആദ്യമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. 24 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു, നോട്ട് ഈവൻ ഗോഡ് കൻ സേവ് യുവർ സ്റ്റേറ്റ് ഇഫ് ജയലളിത കംസ് ടു പവർ. അതൊരു ഉഗ്രമായ ഒരു കൊടുങ്കാറ്റായി, അത് DMK-ക്കും TMC-ക്കും അനുകൂലമായിട്ടൊരു കൊടുങ്കാറ്റായി വന്നു. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയമായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോ ഇദ്ദേഹം ഇപ്പോ ചെയ്യുന്നതും അപ്പോൾ ചെയ്തിരുന്നതുമായിട്ടുള്ള വളരെ ഒരുപാട് കാലം, 24 വർഷം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല രജനിക്ക് ഒരു സുതാര്യം ഒരു ഈസി ആയിട്ടുള്ള ഒരു പാസേജ് ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. ശ്രീ അരുൺ റാം, ജയലളിതയുടെ കാലത്ത്, കരുണാനിധിയുടെ കാലത്ത് അവർക്കെതിരെ സംസാരിച്ചിട്ടില്ല. 96 മാറ്റിവെച്ചാൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അവരെ പാടി പുകഴ്ത്താൻ രജനീകാന്ത് തയ്യാറാകുന്നു. അപ്പോൾ BJP-യിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കാഴ്ചവെക്കാൻ രജനീകാന്തിനാകുന്നുണ്ടോ? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേഷ്, ഇതിൽ രജനീകാന്ത് എന്നുള്ള ഒരു മനുഷ്യൻ, പിന്നെ രജനീകാന്ത് എന്നുള്ള ഒരു നടൻ, പിന്നെ രജനീകാന്ത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഇത് മൂന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു രാഷ്ട്രീയക്കാരനാകാൻ, അതിലൊരു ട്രാൻസിഷൻ നടത്താൻ കഴിയാത്ത ഒരാളാണെന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ്. കാരണം അദ്ദേഹം ഈസ് സച്ച് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ദാറ്റ് ഹി കനോട്ട് ബി എ പൊളിറ്റീഷ്യൻ. അതാണ് ഒരാളിനെ എതിർത്ത് സംസാരിക്കുക എന്നുള്ളത് രജനിയുടെ ജനിതകത്തിൽ ഉള്ള ഒരു സംഭവമല്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത് ചെയ്യേണ്ടി വരും. ഒരു മഡ്സ്ലിംഗിങ് ഗെയിമാണ്, നമുക്കെല്ലാം അറിയാം. അത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും എവിടെയായാലും അതിന് തയ്യാറാകാൻ രജനിക്ക് കഴിയുമോ എന്നുള്ളത് അതും ഒരു വെല്ലുവിളിയായിരിക്കും. പക്ഷെ ഒരുപക്ഷെ അതൊരു സാധ്യതയായി ആ ഒരു വെല്ലുവിളിയെ മാറ്റാനും രജനിക്ക് കഴിയും. കാരണം ഇങ്ങനെ പരസ്പരം മഡ്സ്ലിംഗിങ് ഇല്ലാതെ തന്നെ, പരസ്പരം കരിവാരി തേക്കാതെ തന്നെ നമുക്ക് സംശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ തുടക്കം കുറിക്കാമെന്ന് രജനീകാന്തിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതൊരു അഡ്വാൻറ്റേജ് ആയി മാറിക്കഴിഞ്ഞേക്കും. പക്ഷെ നമുക്ക് അറിയുന്ന രാഷ്ട്രീയം, ഇതുവരെ തമിഴകവും കേരളവും ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളും കാണിച്ചിട്ടുള്ളത്, രാഷ്ട്രീയത്തിൽ എപ്പോഴുമുള്ള കള്ളക്കളികളും ഈ മറ്റ് പ്രശ്നങ്ങളുമുണ്ട്. അതുമായി യോജിക്കാനോ അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും അതിന് തരണം ചെയ്യാനുള്ള കെൽപ്പുണ്ടോ രജനീകാന്തിന് ആ കെൽപ്പുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രജനീകാന്ത് ഒരു ജനിതകമായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനല്ല. അത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും വലിയ വെള്ളി. ശരി, ഞാൻ എനിക്ക് മറുപടി പറയേണ്ട കുറച്ചധികം വിഷയങ്ങളുണ്ട്. ഒറ്റക്കാണോ മത്സരിക്കാൻ പോകുന്നത്? സഖ്യകക്ഷികളെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അണ്ണാ DMK ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ BJP അണ്ണാ DMK-യുടെ കൂടെയാണോ നിൽക്കാൻ പോകുന്നത്, അതോ രജനീകാന്തിൻ്റെ കൂടെയാണോ നിൽക്കാൻ പോകുന്നത്? രജനീകാന്ത് തന്നെ മത്സരിക്കുമോ? 245 സീറ്റുകളോ മറ്റോ അല്ലേ? 245 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണോ തീരുമാനം? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത്. ഞാൻ ധന്യയിലേക്കും അരുണിലേക്കും മടങ്ങിയെത്താം. രഞ്ജിനി, രജനീകാന്ത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരികമായ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. കോവിഡ് കൂടി ഉണ്ടായതിനു ശേഷം വാക്സിൻ പോലും ശരീരത്തിൽ ഏൽക്കില്ല എന്നുള്ള ഡോക്ടർമാരുടെ അഡ്വൈസിനെ തുടർന്ന് അദ്ദേഹം ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ വരാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ് എന്ന സൂചന നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. നോക്കൂ, പക്ഷേ ഇപ്പോഴാ അദ്ദേഹം തീരുമാനം ഖണ്ഡിതമായി എടുത്തിരിക്കുന്നു. ബാബയിലോ മറ്റോ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമെന്ന്. ഈ ലേറ്റസ്റ്റായി വന്നിരിക്കുന്നു എന്നുള്ളത് എത്ര കണ്ട് പ്രതീക്ഷയോടുകൂടിയാണ് രഞ്ജിനി കാണുന്നത്? നേരത്തെ അരുൺ പറഞ്ഞ പോലെ ഹീസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ് ആൻഡ് അബവ് ഓൾ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ ആ കറിസ്മാറ്റിക് ഉണ്ട്. ഐ മീൻ എവിടെ സ്ക്രീനിൽ മാത്രമല്ല, പേഴ്സണലി ഓൾസോ എവിടെ ചെന്നാലും ഒരു കറിസ്മ ഉണ്ട്. പക്ഷേ പോളിറ്റിക്സിൽ വരുമ്പോൾ അങ്ങേർക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. ഈവൻ ഗ്രാസ് റൂട്ട് ലെവലിൽ നോക്കിയിരുന്നാലും ഒരു എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനത്തെ ഒരു വ്യക്തി എങ്ങനെ ഒരു സ്റ്റേറ്റ് റൂൾ ചെയ്യും? അതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. Because politics is completely different from screen life.
അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം യു ഹാവ് ടു അച്ചീവ് സംതിങ്. ഇങ്ങേർക്ക് സ്ക്രീനെ വിട്ട് വേറെ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആര് പ്ലാൻ ചെയ്യും ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന്? സോ ഡെഫിനറ്റ്ലി people like myself, we will rethink. കാരണം ഒരു രജനി മക്കൾ മണ്ഡലം അത് പൊളിറ്റിക്കൽ പാർട്ടിയായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മുമ്പ് MGR അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളതാണ്. MGR അണ്ണാ DMK ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ ഫാൻ ഫോളോവേഴ്സിനെ പൊളിറ്റിക്കൽ പാർട്ടിയായി രൂപാന്തരം പ്രാപിച്ചതിന് ശേഷമാണ്. പക്ഷെ ആ ഇറ ഇപ്പൊ പോയല്ലോ. അത് അന്ന് 70s 60s യു ക്യാൻ അച്ചീവ് ദാറ്റ്. ഇപ്പോൾ വി ആർ ലിവിങ് ഇൻ ടെക്നോളജിക്കൽ വേൾഡ് അല്ലേ. പീപ്പിൾ ആർ മോർ എഡ്യൂക്കേറ്റഡ്. ഇപ്പോൾ പിന്നെ നമുക്ക് ഏജിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഐ തിങ്ക് സൂപ്പർസീഡ് ബൈ ദി യങ്ങർ ജനറേഷൻസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല അത് ഒരു രജനി സാർ എടുത്ത എന്താ ഡിസിഷൻ ഇന്ന് ഒരു ഇസ് നോട്ട് ഗുഡ്. കാരണം ഒന്ന് ഞാൻ അതിൽ ബിക്കോസ് അങ്ങേര് പറഞ്ഞത് ഞാൻ തമിഴ്നാട്ടിന്റെ ഫെയ്ത്ത് ഞാൻ മാറ്റും, ലോട്ട് ഓഫ് കറപ്ഷൻ എല്ലാം ഞാൻ എലിമിനേറ്റ് ചെയ്യുമെന്ന്. പക്ഷെ ഇന്ന് സൗത്ത് ഇന്ത്യ എസ്പെഷ്യലി തമിഴ്നാട് ആൻഡ് കേരള നമ്മളെല്ലാവരും ഈ സൈക്ലോൺ ബുറവിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും പേടിയാണ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കുറേ പേര് തമിഴ്നാട്ടില് എസ്പെഷ്യലി രാമേശ്വരം ആ ഏരിയയിലിருந்து ഡിസ്പേഴ്സ് ചെയ്ത് ഷെൽട്ടറിലാണ് ഇരിക്കുന്നത്. ഹോംലെസ് ഉണ്ട്, പിന്നെ ജോലിക്ക് പോകാറില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആണ് ഇങ്ങേരെ ഇവിടെ വന്ന് പറയുന്നു ഞാൻ പാർട്ടി തുടങ്ങുന്നു, ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നു. അപ്പോ അവിടെ എംപത്തി ഇല്ലേ ഫോർ ദിസ് പീപ്പിൾ? ഹീസ് കമ്മിങ് ടു ഹെൽപ് ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു തോട്ട് കൊടുക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം നടക്കണം. പക്ഷേ രഞ്ജിനി പോലും സമ്മതിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അല്ലേ, ഒരു നല്ല മനസ്സുള്ളയാളാണ് രജനീകാന്ത് എന്ന കാര്യത്തിൽ തർക്കം ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഓഫ് കോഴ്സ് ഇല്ല. ഹീസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. അത് മാത്രമല്ല എന്താ പറയാ, അങ്ങേർക്ക് ഈഗോ അങ്ങനത്തെ സംഭവമില്ല. വെരി അപ്രോച്ചബിൾ മാൻ. പക്ഷേ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാല് മൂഡ് സ്വിങ്സ് ഇങ്ങനെയൊക്കെ എപ്പോഴും ഈസ് ഇൻഡിസൈസീവ്. ഒരു പൊളിറ്റീഷ്യൻ മീൻസ് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കണം. അപ്പോ ഇവര് വരും, ഇല്ല ഞാൻ ഇപ്പൊ വരുന്നില്ല, ഇല്ല ഞാൻ വരും 6 മാസത്തിൽ വരും, പിന്നെ വരും. എത്ര പ്രാവശ്യം നമ്മൾ എല്ലാവരും സിൻസ് ഐ തിങ്ക് 1996 ഹി മേഡ് എ ബിഗ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോമന്റ് ആയി. പിന്നെ 2017 കോൺസ്റ്റന്റ്ലി ഈസ് മേക്കിംഗ് അനൗൺസ്മെന്റ്. വീട്ടിൽ പുറത്ത് വന്നിട്ട് ഞാൻ വരാൻ പോവാന്ന്. ഇറ്റ്സ് ലൈക്ക് എ കോമഡി ആയി മാറി തുടങ്ങി. അപ്പോ ഒരു ഇൻഡിസൈസീവ് ക്യാരക്ടർ പൊളിറ്റിക്സിൽ വരുമ്പോ അത് ഒരു വലിയ ഡിഫിക്കൽട്ട് അല്ലേ. സപ്പോസ് നാളെ ഇങ്ങനെ പൊളിറ്റീഷ്യൻ ആയിട്ട് പിന്നെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് വി ഹാവ് ടു ഡു ലോട്ട് ഓഫ് അമെൻഡ്മെന്റ്സ്. അപ്പൊ പറയാൻ പറ്റുമോ സോറി ഞാൻ അന്ന് റൈറ്റ് ആണ് മൈൻഡിലില്ല, അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ റിപ്പീൽ ചെയ്യുന്നു? യു കാനോട്ട് ഡു ദാറ്റ് ബിക്കോസ് ആസ് എ പൊളിറ്റീഷ്യൻ യു ഹാവ് ടു ബി ഫേം ആൻഡ് യു ഹാവ് ടു ടേക്ക് എ റൈറ്റ് ഡിസിഷൻ. അത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ നിലപാട് സ്വീകരിക്കണമെന്നില്ലല്ലോ. ഞാൻ രജനീകാന്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാം. നോക്കൂ, അങ്ങനെ എല്ലാ വിഷയത്തിലും നമ്മൾ അഭിപ്രായം പറയണമെന്നില്ല. ഇന്നിപ്പോൾ രജനീകാന്ത് പറയുന്നത് ഞാൻ തമിഴ് ജനതയ്ക്ക് വേണ്ടി, ഇപ്പോൾ 69 വയസ്സാവുന്നു, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ രജനീകാന്തിന് 70 വയസ്സാവുന്നു. 70 വയസ്സായിട്ടുള്ള വൃക്ക മാറ്റിവെച്ച ഒരു വൃദ്ധനാണ് രജനീകാന്ത് എന്നിരിക്കലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ക്ലൗട്ട്. ഇപ്പോഴും സിനിമകൾ ഒരു ഉത്സവം പോലെ കൊണ്ടാടുന്നു. ഒരു കൾട്ട് ഫിഗറാണ്. തലൈവ എന്ന വിളിപ്പേര് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഭിനയിച്ച കാലഘട്ടം മുതലുണ്ട്. നോക്കൂ, ഒരവസരം 82 NT റാവു ഇറങ്ങിയതുപോലെ മാത്രമല്ല, നോക്കൂ, കരുണാനിധിക്കും ജയലളിതയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോഴും വാക്വം തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട്. അതെ, ആ വാക്യൂം ഉണ്ടെങ്കിൽ 2017 ഹി ഷുഡ് ഹാവ് ഡൺ സംതിങ്. ഗ്രൗണ്ട് വർക്ക് ചെയ്യണ്ടേ? നമ്മൾ ചുമ്മാ വെറുതെ 6 months or 3 months ഇലക്ഷൻ വന്നു ഞാൻ ഇപ്പൊ ഇറങ്ങിയാൽ എല്ലാം ശരിയാക്കാം എന്ന് പറയാൻ പറ്റുമോ? So you have to go to the grassroots level. You have to train your own people. Okay, എന്താണ് ഇവരുടെ മാനിഫെസ്റ്റോ എന്താ ഉള്ളത്? ഇന്ന് വരെ ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൊളിറ്റിക്സ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. ആര് വേണമെങ്കിൽ കയറി വരാം. ഓക്കെ, ഇപ്പോൾ CM എടപ്പാടി അത് ഒരു ഫിയാസ്കോളിയാണ് അത് വന്നിരുന്നത്. അത് എപ്പോഴും എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. സോ ഇപ്പൊ ആൾക്കാർ they are waiting for the right leader or whatever the scenario is. അങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഒരു കറക്റ്റ് ആയ ഒരു ഫോർമുല ഇല്ലെങ്കിൽ
who's going to vote for him? Just പക്ഷേ ഞാൻ മടങ്ങിയെത്താം രഞ്ജിനിയിലേക്ക്. ശ്രീ മഹേഷ്, എടപ്പാടി ആയിക്കൊള്ളട്ടെ, സ്റ്റാലിൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കമൽഹാസൻ ആയിക്കൊള്ളട്ടെ, ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു സ്റ്റേച്ചർ എന്തായാലും രജനീകാന്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ പാനലിലുള്ള ആർക്കും സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അല്ലേ ശ്രീ മഹേഷ്? അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ, ഇനി അത് പൂർണ്ണമായും വോട്ടാക്കി മാറ്റിയിട്ടില്ല എങ്കിൽ തന്നെയും ഒരുപാട് പ്ലേയേഴ്സ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴുണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയമെല്ലാം കൂടിക്കുഴഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് രജനീകാന്ത് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചാൻസ് കൂടിയാണ്. ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ നിലയിൽ ഒരുപക്ഷെ രജനീകാന്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് തമിഴ്നാടിന് ഗുണമാകുമെന്ന് മഹേഷ് വിശ്വസിക്കുന്നുണ്ടോ? ശ്രീ മഹേഷ്, സ്ഥാനത്ത് മുൻനിർത്തി നിന്നുകൊണ്ട് ഈ പാർട്ടി ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും തമിഴ്നാടിന് ഗുണം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എന്താ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ശരിക്കും തമിഴ്നാടിന് ഒരു അനാഥത്വം ഉണ്ട്. അതായത് അടുത്തത് ആര് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. കാരണം ജയലളിത പോയി, കരുണാനിധി പോയി, കരുണാനിധിയുടെ മക്കൾ തമ്മിലുള്ള മത്സരത്തിനിടയ്ക്ക് ഇവർക്ക് ഭരണത്തിലോട്ട് വരാൻ പറ്റുമോ? കോൺഗ്രസിന് അവിടെ 3 പതിറ്റാണ്ടിലേറെ സ്ഥാനമില്ലാത്തതായിട്ട്, അതുകൊണ്ട് തന്നെ DMKയുടെ അവസ്ഥ, DMKയിൽ തന്നെ സ്റ്റാലിനും അളഗിരിയും തമ്മിലുള്ള അവരുടെ ഇന്റേണൽ ഫൈറ്റ്, പിന്നെ ഇപ്പുറത്ത് AIDMKയുടെ ഇപ്പോഴത്തെ ഭരണം, അവിടെ ഒരാള് ശാന്തനായിട്ട് പിന്നെ എന്താണ് ചീഫ് മിനിസ്റ്ററും വേറൊരാള് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ നിന്നും ജനുവരി 13-ാം തീയതി ഒരു കൊടുങ്കാറ്റ് പുറത്തോട്ട് അഴിഞ്ഞാടി വരുന്നുണ്ട്. അവരുടെ ഇതിലേക്കുള്ള ഇൻഡിഫറൻസ്, ഈ സമയത്താണ് രജനീകാന്ത് ഇവിടെ ഒരു പാർട്ടി രൂപീകരിക്കുക എന്ന കാര്യം പറയുന്നത്. 2017 ആക്ച്വലി അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു. 2017 അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഫാൻസിന്റെ ആൾക്കാരെ വിളിച്ച് അദ്ദേഹത്തിന്റെ കല്യാണ മണ്ഡപത്തിൽ, ഈ പറയുന്ന സെയിം കല്യാണ മണ്ഡപത്തിൽ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു കോൺഫറൻസ് നടത്തിയപ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും ആ സമയത്ത് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ ആവേശം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആ ആവേശം എത്രത്തോളം അദ്ദേഹത്തിനകത്ത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള പ്രതീക്ഷ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ആ 2017 ഉണ്ടായിരുന്ന അത്രയും പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടാവും തോന്നുന്നില്ല. ഒന്നത് നികേഷ്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ശരി, രജനീകാന്ത് എന്നൊരു വ്യക്തിയെ നമ്മൾ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്ത് കാണിച്ചു, പിന്നെ കൂടെ ആരൊക്കെ? അതൊരു ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണെങ്കിലും ഇനി അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് ചേരുകയാണെങ്കിൽ അത് ഏത് പാർട്ടി? ഇപ്പോൾ നമുക്ക് കമൽഹാസന്റെ പാർട്ടിയുടെ ഒരവസ്ഥ അറിയാം. വന്ന് വലിയ ഒരു ലോഞ്ചിങ് ഒക്കെ നടത്തിയെങ്കിലും ഇപ്പൊ ആ പാർട്ടിയുടെ അവസ്ഥ ജനങ്ങളുടെ മുന്നിൽ വളരെ ഒരു സംശയത്തിന്റെ പാതയിലാണ്. കാരണം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എയിം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ആരുടെ കൂടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ കേരളത്തിൽ വന്ന് ലെഫ്റ്റിന്റെ കൂടെയും പിന്നെ പിണറായി വിജയൻ ഏറ്റവും നല്ല ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞ് ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്. ഇതൊക്കെ ശരി തന്നെയാണ്. തമിഴ് മക്കൾക്കിടയിൽ സാധാരണ ജനങ്ങളുടെ വോട്ടാണ്, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ വോട്ടാണ് പ്രധാനമായിട്ടും അവിടുത്തെ ഭരണത്തിനെ പിന്നെ കമൽഹാസന് 5% വോട്ട്, കമൽഹാസൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞതാണ്. 5% വോട്ടാണ് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത്. ഇനി വലിയ മാറ്റമൊന്നും അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ രജനീകാന്ത് കമൽഹാസനെ പോലുമല്ല എന്ന് എന്നെക്കാളും നന്നായി താങ്കൾക്കറിയാം. നോക്കൂ, ഒരു മാസ് സൂപ്പർ സ്റ്റാറാണ്. ആ സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റമുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാലിനുണ്ട്, എടപ്പാടിയുണ്ട്, അതുപോലെ ശശികല ഇപ്പോൾ വരാൻ പോകുന്നു, BJP വലിയ ശക്തിയായി ഇപ്പോൾ ഉയർന്നു വരുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നു. അമിത്ഷാ അവിടെ ഇങ്ങനെ പല പ്ലേയേഴ്സാണ്. അങ്ങനെ പല പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നോക്കുക ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലാണ്. അവർക്കൊരു താരമൂല്യമുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടന വേണം, പോളിംഗ് ബൂത്തിൽ കൃത്യമായ ആളിരിക്കാൻ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെന്റിൽ കൃത്യമായ വൈദഗ്ധ്യമുള്ളവർ വേണം. ഇതൊക്കെ വേണമെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു മുഖം നോക്കി തമിഴ്നാട് വോട്ട് ചെയ്യുകയാണ് എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നികേഷ്, ഉറപ്പായിട്ടും രജനീകാന്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രജനീകാന്താണ് വരുന്നതെന്നും മുൻനിർത്തി കാണിച്ചുകൊണ്ട് ആ പാർട്ടി വരികയാണെങ്കിൽ, ആ പാർട്ടിയെ എന്റെ ഒരു വിശ്വാസം പറയാണ് ഒരു പരിധിവരെ BJP സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് രജനീകാന്ത് സ്വീകരിക്കുകയാണെങ്കിൽ.
അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ പറയുന്ന എല്ലാ സീറ്റുകളിലും രജനീകാന്തിന്റെ പാർട്ടി മാത്രമായിട്ട് നിന്നുകൊണ്ട് ഒരു ഭരണത്തിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. BJP കൂട്ടുപിടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വരാം, അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് കൂട്ടുപിടിക്കുവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം പ്രത്യേകിച്ചും കമൽഹാസനും രജനീകാന്തും കൂടെ ഒരുമിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഐഡിയോളജിയും കമൽഹാസന്റെ ഐഡിയോളജിയും രണ്ടും രണ്ടാണെന്നുള്ളത് ഓൾറെഡി തെളിഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും. പക്ഷേ BJP കൂട്ടുപിടിച്ചാൽ പിന്നെ BJPയുടെ ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിൽ രജനീകാന്തിന് പുതിയതെന്ത് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുണ്ടാകും എന്നുള്ളൊരു ചോദ്യം വരും എന്നുള്ളതാണ്. ദയവായി തുടരുക. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. വിഷ്ണു നാഗരാജൻ, ഫാൻസ് അസോസിയേഷൻ. വിഷ്ണു നാഗരാജൻ ഇവിടെ ഉണ്ടോ? അതായത് കേരളത്തിലുണ്ടോ ഈ രജനി മക്കൾ മന്ത്രമൊക്കെ? ആസ് പെർ നമ്മുടെ നോളജ് അനുസരിച്ച് അതൊരു റീജിയണൽ പാർട്ടി ആയിട്ടാണ് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഉള്ള കറക്റ്റ് ഫോർമേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം. അത് നാഷണൽ പാർട്ടി ആണെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഇദ്ദേഹം പോലുള്ള ഒരു നല്ല വ്യക്തികൾ വരുമ്പോൾ നമ്മൾ ഓബിയസ്ലി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ആസ് പെർ എനിക്ക് എന്റെ ഒരു ഫാൻസ് ആയിട്ട് നമ്മൾ നോക്കുന്നത് അത് ഏത് രീതിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ അത് കമന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഏകദേശം തമിഴ്നാട് പുതുച്ചേരി ആയിരിക്കും ഫോക്കസ് എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. അല്ല, കേരളത്തിലെ ഈ രജനി മക്കൾ മന്ത്രം ഉണ്ടോ? അതിന് ഘടകമുണ്ടോ? അഫ്കോഴ്സ് നമ്മുടെ ഫാൻസ് അസോസിയേഷൻ ഉള്ളതുണ്ട്. അത് രജനി മക്കൾ മന്ത്രം ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല. അത് ഈ ഒരു 2017 ഡിസംബർ 31 പറഞ്ഞ ശേഷം പലരും പറഞ്ഞ പോലെ അവിടെ ഒരു ഫോർമേഷനും നടന്നിട്ടില്ല, ഒരു ട്രെയിൻ ചെയ്തില്ല, ഇല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്നല്ല. തമിഴ്നാട് മൊത്തം ഇനിമൻ പുതുച്ചേരിയിലടക്കം എല്ലാ ബൂത്തിലും 63,000 ബൂത്തിൽ ഇപ്പൊ 65,500 വന്നിട്ടുണ്ട്. 30 പേരുള്ള ബൂത്ത് കമ്മിറ്റി റെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവലിലുള്ള കമ്മിറ്റി ഉണ്ടായിരുന്നു, ഈവൻ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഉണ്ടായിരുന്നു, യൂത്ത് വിംഗ്, വുമൺ വിംഗ് എന്നുള്ള പല IT വിംഗ് അടക്കം അവിടെ ഒരു രജനി മക്കൾ മന്ത്രം എന്ന ഒരു സെപ്പറേറ്റ് ഒരു പാരലായിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി രജനീകാന്ത് സാറിന്റെ ഒരു തോട്ട്, ഒരു തലവരുടെ ഒരു തോട്ട്, മേ ബി അദ്ദേഹത്തിന്റെ മെയിൻ വെപ്പൺ ആയിട്ട് കാണുന്നത് അദ്ദേഹം മാത്രമാണ്. അദ്ദേഹത്തിനുള്ള ഗ്രാമഗ്രാമമായുള്ള ഒരു ഇമേജ് ആണ് അദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് വെപ്പൺ. ആസ് യു സെഡ്, തമിഴ്നാട്ടിലെ ഈവൻ ദോ ദ്രാവിഡൻ പാർട്ടീസോ ദ്രാവിഡം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അതിന്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ കോൺഗ്രസിനെ വീഴ്ത്തി അവര് ദ്രാവിഡൻ 50 years മുമ്പ് വരുമ്പോൾ ഇവർക്ക് ഒരുപാട് കരിസ്മാറ്റിക് ലീഡേഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അണ്ണാദുരൈ സാറിന്റെ ഫസ്റ്റ് ഫോർമേഷനും ഈവൻ നിങ്ങൾ അതിന്റെ ഹിസ്റ്ററിയിൽ MGRന്റെ ഒരു ഇമേജ് എല്ലാം കൂടിയിട്ടാണ് ആ ഫസ്റ്റ് വിൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് കലഞ്ഞർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു ലീഡറായി ഫോം ചെയ്തു. പിന്നെ MGR, പിന്നെ ജയലളിത, പിന്നെ ഈ ഒരു ലീഡർഷിപ്പ് ആയിട്ടാണ് തമ്മിൽ ഫൈറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മൾ അരുൺ സാറോ ഒരു ബെന്യമേമ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അമ്പലങ്ങൾ ഒരുപാടുള്ളത്, ടൂറിസം ഒരുപാട്. ഈ തമിഴ് ജനത അങ്ങനെ ദ്രാവിഡം അവർ പറഞ്ഞ ഐഡിയോളജി അല്ല. ദ്രാവിഡം പറഞ്ഞത് സെപ്പറേറ്റ് സ്റ്റേറ്റ് ആദ്യം വേണം, പിന്നെ അവരത് ഗിവ് അപ്പ് ചെയ്തു, പിന്നെ അവർക്ക് ദൈവവിശ്വാസം ഇല്ല. അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് വിട്ട് ഈവൻ ADMK പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു ജയലളിത മാം തന്നെ ഒരുപാട് ഹിന്ദു ഐഡിയോളജി റിലേറ്റഡ്, അല്ലെങ്കിൽ ഈവൻ മതപരമായുള്ള വിശ്വാസമുള്ള മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ദ്രാവിഡം എന്നുള്ള ഒരു കാര്യത്തിന്റെ ഐഡിയോളജി ബേസിസിലല്ല ഈ പാർട്ടികൾ പോയെ, മറിച്ച് അവരൊരു ലീഡർഷിപ്പ് ആയിട്ടുള്ള ഒരു ഇമേജിനുള്ള ഒരു വോട്ടായിരുന്നു. അത് ഈ ഇപ്പോഴും തമിഴ്നാട്ടിൽ പോയാൽ ഞങ്ങൾ രട്ടേലിക്ക് വോട്ടുള്ളൂ, അല്ലെങ്കിൽ ഉദയസൂര്യന് വോട്ടുള്ളൂ, അല്ലെങ്കിൽ കലഞ്ഞറിന് വോട്ടുള്ളൂ, ഇല്ലെങ്കിൽ ജയലളിതയ്ക്ക് വോട്ടുള്ളൂ ആണ് അവർ പറയാം. അപ്പൊ ഇവിടെ ആ ഒരു സിറ്റുവേഷൻ ഫോം ചെയ്ത് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ലീഡർ ഇല്ല. ഈവൻ പാർട്ടിന്റെ ഉള്ളിൽ സ്റ്റാനിൽ വിജയിച്ചു, ഇല്ലെങ്കിൽ പാർട്ടിയുടെ ഉള്ളിൽ എടപ്പാടി ഇപ്പൊ ഒരു ഫോമിൽ വന്നു, അവർ ഇന്റർണൽ ഫൈറ്റ് പോയി അവരൊരു ഫോമിൽ അവരൊരു ഇമേജിലേക്ക് വന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ ശശികല വരുമ്പോൾ അവരിലുള്ള ഇന്റേണൽ ഫൈറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. ബട്ട് സ്റ്റാലിൻ പാർട്ടിയിലൊരു ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. ബട്ട് ഇവർ രണ്ടുപേരും ജനങ്ങളുടെ ഒരു ലീഡറായി, അതായത് കലഞ്ഞർ ഓർ ലൈക്ക് ജയലളിത, MGR പോലുള്ള ഒരു ഇമേജ്, ഒരു ലീഡർഷിപ്പ് ഇമേജ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും വലിയ വെപ്പൻ. ഇപ്പൊ മീഡിയയിൽ ഈവൻ ഒരു CM ലൈവിൽ പോയാലും, ഇല്ലെങ്കിൽ ഒരു സ്റ്റാലിൻ സാർ ലൈവിൽ പോയാലും രജനീകാന്ത് കാർ ഗേറ്റിൽ നിന്ന് പുറത്തു വന്ന ആ ന്യൂസ് ആയിരിക്കും ആദ്യം അവർ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇടാം. അത്രയ്ക്ക് വലിയൊരു വെപ്പൻ ഉണ്ട് ഗ്രാമമായിട്ട്. സോ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും പാർട്ടി തുടങ്ങി മേ ബി നിങ്ങൾ പറഞ്ഞ പോലെ കമൽ പോലെ നിൽക്കാൻ പറ്റില്ല, അവർക്ക് ലാസ്റ്റ് അദ്ദേഹം ഇറങ്ങി എന്നുള്ള ഒരു പൾസിൽ സ്ട്രെയിറ്റ് ഇലക്ഷൻ കൊണ്ടുപോയി ഫൈറ്റ് ചെയ്ത് ജയിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി ആവാം. ഇത് അദ്ദേഹം ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. അതാണ് 96-ൽ ഒരു മാസത്തിലാണ് TMC എന്നൊരു പാർട്ടി ഫോം ചെയ്ത്. അന്ന് വൈക്കവും എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. ജയലളിതയ്ക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം എതിർത്ത് പറയുമ്പോൾ കലഞ്ഞർ DMK അത്ര സ്ട്രോങ് ആയിരുന്നില്ല. ബട്ട് 1996-ന്റെ നോക്കുവാണെങ്കിൽ അന്നാണ് അവര് ഏറ്റവും വലിയ സീറ്റ്സ് ജയിച്ചു. ജയലളിത അടക്കം തോറ്റ ഹിസ്റ്ററി രജനീകാന്ത് ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹം പൊളിറ്റിക്കലി വന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലാവരും പറഞ്ഞ പോലെ ഡയറക്ട് പൊളിറ്റിക്സിൽ വന്നില്ലെങ്കിലും ഇതുവരെ അദ്ദേഹം വരാം വരില്ല എന്ന് പറഞ്ഞില്ല. വ്യക്തമായി 2017 ഡിസംബർ 31-നാണ് അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞത്. ഇതുവരെ അവർ വരില്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഡിസിഷൻ പലരും പല രീതിയിൽ മീഡിയ ആവട്ടെ പല കാര്യങ്ങളും പറഞ്ഞു പോയി.
അല്ലാതെ അദ്ദേഹം ഒരു ഇങ്ങനെ വരില്ല എന്നുള്ള പോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അവര് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ ഒരു ശരി ശരി അത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടിയാണ് ശ്രീ വിഷ്ണു താങ്കൾ നടത്തിയത്. ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വിഷ്ണു പറഞ്ഞതുപോലെ അണ്ണാദുരൈ, കരുണാനിധി, MGR, ജയലളിത, നോക്കൂ, ഇതെല്ലാം മുഖങ്ങളായിരുന്നു, ഇതെല്ലാം ലീഡർഷിപ്പായിരുന്നു. അതിനുശേഷം എടപ്പാടിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നാളെ സ്റ്റാലിനേക്ക് പോകുമ്പോൾ ആ സ്റ്റേച്ചർ ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മുഖം നോക്കാൻ തമിഴ് ജനത കൂട്ടാക്കിയാൽ പ്രശ്നമാണ്. തമിഴ് ജനതയ്ക്ക് എപ്പോഴും ആകർഷകമായ മുഖം വേണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവർക്ക് അത് അണ്ണാദുരയുടെ കാലം മുതൽ അത് കിട്ടിക്കൊണ്ടുവരുന്നു, സിനിമയുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ. ഇപ്പോൾ ആ രീതിയിൽ ഒരു ശൂന്യത അവിടെ ഉണ്ട്. പക്ഷെ ആ ശൂന്യത പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പരിശ്രമത്തിൽ രജനീകാന്ത് കുറെ കൂടി നേരത്തെ ഏർപ്പെടേണ്ടതായിരുന്നു. 2021 ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ അത് വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഒരു നേതാവ് എത്രമാത്രം കാരിസ്മാറ്റിക് ആണെങ്കിലും ജനപ്രീതി നേടിയിട്ടുണ്ടെങ്കിലും ഒരു സംഘടനയുടെ പിൻബലമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല. അപ്പോൾ VP സിംഗ് രാഷ്ട്രീയത്തിലെ ഒരു വിമത രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ജനതാ പാർട്ടി എന്നൊരു പാർട്ടി അദ്ദേഹത്തിന് കിട്ടി. അതിനെ ജനതാദൾ ആക്കി മാറ്റുക എന്ന പ്രവർത്തനം മാത്രമേ അന്ന് വേണ്ടി വന്നിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ അത് ഇല്ലാതെ നമ്മൾ നേരത്തെ NT രാമറാവു പാർട്ടി ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം, ആ സംവിധാനം ഇവിടെ കാണുന്നില്ല. ഇവിടെ രജനീകാന്തിന്റെ മുഖം അല്ലെങ്കിൽ ആ പേര് മാത്രം കണ്ടുകൊണ്ട് ഒരു പോളിംഗ് ബൂത്തിൽ പോയി തമിഴ് ജനത മുഴുവൻ വോട്ട് ചെയ്യുമെന്ന് കരുതാൻ നിവർത്തിയില്ല. ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി അത് വേരുപിടിപ്പിച്ചെടുക്കുന്നതിനുള്ള സമയവുമില്ല. മാത്രവുമല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വെയ്വർ ചെയ്യുന്ന ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത ചഞ്ചലചിത്തനായ ഒരു നേതാവിനെയാണ് രജനീകാന്തിൽ നമ്മൾ ഇതുവരെ കണ്ടുപോന്നിട്ടുള്ളത്. അതിന് എന്ത് മാറ്റം വരും അത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ജനങ്ങൾക്ക്, ഒരു ജനതയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാവായി രജനീകാന്തിന് സ്വയം പരിവർത്തനം ചെയ്യുന്നതിനുള്ള സമയവും സാവകാശവും അതിനുള്ള സംഘടനാ സംവിധാനവും ഇനി ഇല്ല എന്നുള്ളത് തന്നെയാണ് വലിയ പോരായ്മ. ധന്യ, ഇത് ഒറ്റ സ്ക്രിപ്റ്റ് ആണോ? അമിത്ഷാ വരുന്നു, ഞാൻ രജനീകാന്തുമായി സംസാരിച്ചു എന്ന് പറയുന്നു, തിരികെ പോകുന്നു, രജനീകാന്ത് രജനി മക്കൾ മണ്ഡലം വിളിച്ചു ചേർക്കുന്നു, 2 ദിവസത്തിനുള്ളിൽ ഡിസംബർ 31 രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമാണെന്ന് ഡേറ്റ് പ്രഖ്യാപിക്കുന്നു. ഒരു സംഘടന ഇല്ല എന്നുള്ളത് ഒരുപക്ഷെ BJPയെ വെച്ച് മേക്കപ്പ് ചെയ്യാൻ രജനിക്ക് പ്ലാൻ ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു മിനിറ്റ്, ഞാൻ ശ്രീമതി ധന്യ, അദ്ദേഹം പാർട്ടി ആരംഭിക്കാനുള്ള അനൗൺസ്മെന്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് രജനീകാന്തിന്റെ കൂടെയുള്ള നിറയെ ആൾക്കാർ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് രജനീകാന്തിന് തന്നെ ഇപ്രാവശ്യം, അതായത് നമ്മളെല്ലാവരും വിചാരിച്ചു രജനീകാന്ത് എല്ലാപ്പോഴും പോലെ ഒരു വ്യക്തമായ തീരുമാനം എടുക്കില്ല, അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവർ പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തമായ താല്പര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല 2017 ഒരു വലിയ അനൗൺസ്മെന്റ് നടത്തി, ഞാൻ രാഷ്ട്രീയത്തിൽ വരുമെന്ന്. അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു രജനീകാന്തിന്. പിന്നെ കാഡേഴ്സിനും ഈ രജനി മക്കൾ മണ്ഡലത്തിലെ ആൾക്കാരെല്ലാവരും രജനീകാന്ത് അറിയിച്ചു അവർക്ക് വലിയ താല്പര്യമുണ്ട് രജനീകാന്ത് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആരംഭിക്കണമെന്ന്. എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, രജനീകാന്ത് ആക്ച്വലി കഴിഞ്ഞ 3 വർഷങ്ങളായി അദ്ദേഹം ഏതൊക്കെ ഇഷ്യൂസിൽ സംസാരിച്ചിട്ടുണ്ടോ പല പ്രാവശ്യവും അദ്ദേഹം വ്യക്തമായി BJPയുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ AIADMKയ്ക്കും DMKയ്ക്കും ഒരു കോർ വോട്ട് ബാങ്ക് ഉണ്ട്. അതായത് അതിൽ ഏത് ലീഡേഴ്സ് വന്നാലും അവരുടെ ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നു, ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു കോർ വോട്ട് ബാങ്ക് ഉണ്ട്. അതല്ലാതെ തമിഴ്നാട്ടിൽ BJPക്ക് എതിരായിട്ടുള്ള ഒരു വോട്ടും ഇപ്പോഴുണ്ട്. ആ ഒരു സെന്റിമെന്റ് ഉണ്ട് തമിഴ്നാട്ടിൽ. അപ്പൊ രജനീകാന്തിനെ പലരും BJPയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് തമിഴ്നാട്ടിൽ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ രജനീകാന്ത് BJP AIADMK അലയൻസിൽ ജോയിൻ ചെയ്യാതെ ഒരു മൂന്നാമതൊരു സഖ്യം തുടങ്ങുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ രജനീകാന്തിന് അറ്റ്ലീസ്റ്റ് വിജയകാന്ത് അദ്ദേഹം പാർട്ടി ലോഞ്ച് ചെയ്തപ്പോൾ 10% മേലെ വോട്ട് ലഭിച്ചു. ആ ഒരു റെക്കോർഡ് രജനീകാന്തിന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒന്നുകിൽ തനിയെ കണ്ടസ്റ്റ് ചെയ്യണം, ഒറ്റയ്ക്കായി കണ്ടസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു അലയൻസിൽ നിൽക്കണം. BJPയും AIADMKയും ഒപ്പം സത്യം ചേരുന്നത് രജനീകാന്തിന്റെ രാഷ്ട്രീയം. അതായത് ഫോർ എക്സാമ്പിൾ തൂത്തുക്കുടിയിൽ ഷൂട്ടിംഗ് നടന്നപ്പോൾ രജനീകാന്ത് എന്താണ് പറഞ്ഞത്? ജനങ്ങളെ പോലീസ് വെടിവെച്ചപ്പോൾ രജനീകാന്ത് പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. NRC and CA സെൻട്രൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്ത് രാജ്യമെമ്പാടും പ്രൊട്ടസ്റ്റുകൾ നടത്തുമ്പോൾ രജനീകാന്ത് പറഞ്ഞത് ഇതിൽ തെറ്റൊന്നുമില്ല, ഓപ്പോസിഷൻ ആക്ച്വലി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ഇനി നാളെ ഇന്ത്യയിലെ മുസ്ലിംസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ഞാൻ മുന്നിലുണ്ടാകും ഇതിനെ എതിർക്കാൻ എന്നാണ്.
അപ്പൊ ഇങ്ങനെ വളരെ എന്ന് മാത്രമല്ല വലിയ പൊളിറ്റിക്കൽ നരേന്ദ്രമോദി അമിത്ഷായെ കൃഷ്ണനെയും അർജുനനുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അതായത് കമൽഹാസൻ ഒരു ലെഫ്റ്റ് പൊസിഷൻ എടുക്കുമ്പോൾ രജനീകാന്ത് പലപ്പോഴും റൈറ്റ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഐ മീൻ റൈറ്റ് വിങ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തമിഴ് ജനതയ്ക്ക് കൃത്യമായി അറിയില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അഫ്കോഴ്സ് രജനീകാന്ത് എന്ന പൊളിറ്റീഷ്യൻ, ഫോർ എക്സാമ്പിൾ DMK ആയാലും AIDMK ആയാലും നമ്മൾ കണ്ടിരിക്കുന്നത് ചിലപ്പോൾ മാനിഫെസ്റ്റോ കൊണ്ട് മാത്രം ഇലക്ഷനുകൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്ത്, അതായത് പെട്ടെന്ന് പറയാണ് ഞാൻ കളർ ടെലിവിഷൻ കൊടുക്കും, ഞാൻ മിക്സി കൊടുക്കും, അങ്ങനെ DMK ഇൻഫ്ലുവൻസ് ഇലക്ഷൻ ഉണ്ട് അല്ലേ. ഇപ്പൊ രജനീകാന്ത് ഈ ഫ്രീബി സംസ്കാരത്തിൽ വിശ്വസിക്കുന്നുണ്ട്. രജനീകാന്തിന്റെ എക്കണോമിക് പോളിസീസ് എന്താണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി, ഇതൊന്നും ആർക്കും അറിയില്ല. അരുൺ റാം പറഞ്ഞതുപോലെ ഒരു ആക്ടറായി അദ്ദേഹത്തിന് നമുക്കറിയാം. ചില കാര്യങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ 3 വർഷമായി നടന്നു വരുന്ന ചില സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അതല്ലാതെ ആസ് എ പാർട്ടി ഇന്ന് നോക്കൂ, ആരാണ് രജനീകാന്തിന്റെ കൂടെ നിന്നത്? അർജുനമൂർത്തി എന്ന് പറഞ്ഞ് 2 ദിവസം വരെ മുമ്പ് BJPയുടെ ഇന്റലക്ച്വൽ വിങ് ചീഫ് ആയിരുന്ന അർജുനമൂർത്തിയാണ് ഇന്ന് രജനീകാന്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കോർഡിനേറ്ററായി അനൗൺസ് ചെയ്തത്. BJPയിലെ പലരും തന്നെ എന്നോട് പറഞ്ഞു അവർ ആക്ച്വലി സർപ്രൈസ്ഡ് ആയിരുന്നു എങ്ങനെ ഈ അർജുനമൂർത്തി രജനീകാന്തിന്റെ പാർട്ടിക്ക് ചേർന്നു എന്ന്. അപ്പോ രജനീകാന്തിന്റെ കൂടെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരും നമുക്കറിയാം മെയിൻലി റൈറ്റ് വിങ് ആണ്. അതായത് ഗുരുമൂർത്തി ആയാലും ഇപ്പൊ അർജുനമൂർത്തി ആയാലും. അതെ, അപ്പോൾ അരുൺ റാം, എൻ്റെ ചോദ്യം എങ്ങനെയാണ് ഇനി അഥവാ BJPയോടും DMKയോടും ബന്ധം സ്ഥാപിക്കാതെ തന്നെ നിന്നാൽ പോലും എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എൻറ്റിറ്റിയാണ് രജനീകാന്തിൻ്റെ പാർട്ടി എന്ന് തമിഴ് ജനത മനസ്സിലാക്കുക? ഗുരുമൂർത്തിയാണ് ഉപദേശകൻ, ഈ പറയുന്ന കോർഡിനേറ്റർ പോലും BJPയിൽ നിന്ന് ഹയർ ചെയ്ത ആളാകുന്നു. നികേഷ്, ഇതിൽ 2 സംഭവങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ രജനീകാന്തിന്റെ ഒരു റൈറ്റ് വിങ് വിശ്വാസങ്ങൾ, റൈറ്റ് വിങ് എന്നല്ല ഒരു സ്പിരിച്വൽ വിശ്വാസങ്ങൾ. മറ്റൊന്ന് അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു നാച്ചുറൽ അലൈ ആയിട്ട് BJP കാണുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് രജനീകാന്ത് ആദ്യത്തെ പ്രോമിസ്, ആദ്യം പുള്ളി പറയുന്നത് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് പുള്ളി വരും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പറഞ്ഞ ഒരു പ്രോമിസിന് പുള്ളി പ്രാധാന്യം കൊടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ രജനീകാന്ത് തന്നെ പറഞ്ഞതുപോലെ തന്നെ രജനീകാന്ത് സ്വയം 234 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്വീകാര്യത കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്ന മറ്റൊരു സംഭവം, ഇതിൽ നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ BJPക്ക് ഇതിലൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്. അതായത് BJPക്ക് എനിക്ക് തോന്നുന്നില്ല 2021 BJPക്ക് അധികാരത്തിൽ വരും എന്നുള്ള വ്യാമോഹം BJPക്കാർക്ക് പോലും ഇല്ല. പക്ഷെ 2026 ഒരുപക്ഷെ അധികാരത്തിൽ വന്നേക്കുമെന്നുള്ള വ്യാമോഹം BJPക്കാരിൽ ചിലർക്കെങ്കിലും ഉണ്ട്. നടക്കുമല്ലേ എന്നുള്ളത് വേറെ വിഷയം. അപ്പോ BJP ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ രജനി വന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് BJPയാണ്. കാരണം BJPയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞു, പുള്ളി വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക്. അപ്പോൾ ഒരുപക്ഷെ AIADMKയോടുള്ള കൂട്ടുകെട്ട് വിട്ടിട്ട് പോലും രജനിയെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് ഇല്ലെങ്കിലും രജനി ജയിക്കുന്ന ഒരു ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഒരുപക്ഷെ BJP ആയിരിക്കും. കാരണം BJP ഒരുങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ 2026 വേണ്ടിയാണ്. അപ്പോൾ വളരെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, രജനി ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് വരികയാണെങ്കിൽ അപ്പൊ DMKയും AIADMKയും ഇല്ലാത്ത അല്പം ഒരു സോഫ്റ്റ് റൈറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ BJPക്ക് അടുത്ത 5 വർഷം വളരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് BJPക്ക് ഒരു ലോങ് ടേം ഒരു സ്ട്രാറ്റജി ഇവിടെ ഉണ്ട്. ഉടനെ തന്നെ ഈ ഇലക്ഷനിൽ തന്നെ BJPയും രജനിയും കൈകോർക്കണമെന്നില്ല. പക്ഷെ രജനിയുടെ ഒരു പൊളിറ്റിക്കൽ ലോഞ്ചിവിറ്റി എന്നുള്ളത് BJPക്കും അറിയാം ഒരുപക്ഷെ. പക്ഷെ ആ ഒരു ആഡ്ഹോക്കിസം വെച്ചിട്ട് രജനിയെ ഒരു ബ്രിഡ്ജ് ആയിട്ട് കണ്ടുകൊണ്ട് BJPക്ക് 2026 അധികാരം പിടിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ അവരുടെ ഒരു ഗ്രാസ് റൂട്ട്സ് വളർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോ ഒരു രജനീകാന്തിനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം രജനീകാന്തിനും അറിയാവുന്നുള്ളത് സത്യമാണ്. കാരണം രജനി വിചാരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു അറ്റംപ്റ്റ് ആണ്. 24 വർഷമായിട്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പ്രോമിസ് ആയിട്ട് തുടരുകയാണ്. അരുൺ, പക്ഷേ നമ്മൾ പല സ്റ്റേറ്റ്മെന്റും കാണുമ്പോൾ, നേരത്തെ ധന്യ അത് ചൂണ്ടിക്കാണിച്ചു, രജനിയുടെ പല സ്റ്റേറ്റ്മെന്റും കാണുമ്പോൾ തൊട്ടില്ല എന്നുള്ള നിലയിലെത്തും BJPയുമായിട്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും
അമിത്ഷാ ഡൽഹിയിൽ നിന്ന് തിരിക്കും മുമ്പ് തന്നെ രജനീകാന്തുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചർച്ച രജനീകാന്തും അമിത്ഷായും കാണുന്നു. അത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ സഖ്യമായി മാറുന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും രജനീകാന്ത് കരണം മറിയുകയാണ്. ഇതിന് തടസ്സം ആരാണ്? രജനീകാന്തിൻ്റെ മക്കൾ, കുടുംബാംഗങ്ങളെയാണ് രജനീകാന്ത് എപ്പോഴും പറയുന്നത് അവരെ സമ്മതിക്കുന്നില്ല എന്ന്. രജനീകാന്തിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇല്ലല്ല, എനിക്ക് തോന്നുന്നത് രജനീകാന്ത് അത്രയും മണ്ടനൊന്നുമില്ല. ഭാര്യയും മക്കളും പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മണ്ടനൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് ഭയം കൂടുതലാണെന്ന് തോന്നുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കരുണാനിധിയും ജയലളിതയും ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അവരെ എതിർക്കാൻ തയ്യാറാത്ത ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും എതിർക്കാൻ കഴിയാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗുരുമൂർത്തിയും മറ്റു മൂർത്തികളും ഒക്കെ ഇതിലൊരു പ്രധാന ഈ നാടകത്തിലൊരു പ്രധാന കഥാപാത്രമായി മാറുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് രജനീകാന്ത് ഒരിക്കൽ ആ ഒരു വിജയം കിട്ടാൻ സാധ്യതയുണ്ട്. വിജയം നുണഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം കുറച്ചുകൂടെ ധൈര്യം ആർജിക്കും. അത് കഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് വളരെ വളരെ ക്രൂഷ്യൽ ആകാൻ പോകുന്ന ആ സമയമാണ്. അപ്പോഴാണ് ഈ കൂടെ നിൽക്കുന്ന BJP-യും AIADMK-യും പലരും ഈ സ്വപ്നം കാണുന്നവരുടെയൊക്കെ സ്വപ്നങ്ങൾ ചിലപ്പോൾ തകരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ അറിയാൻ പോകുന്നത് അടുത്ത 3 മാസം കഴിഞ്ഞിട്ടാണ്. കാരണം ശരിക്കും രജനീകാന്ത് അദ്ദേഹത്തിന്റെ പോളിസീസും പ്രോട്ടോകോൾസും എല്ലാം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പുറത്തു വരുന്ന സമയത്ത് നമുക്കറിയാം ആര് കൂടെ നിൽക്കും, ആരുടെ കൂടെ രജനി നിൽക്കും എന്നുള്ളത്. കാരണം രജനി എന്നുള്ളത് വളരെ ഒരു അൺപ്രഡിക്റ്റബിൾ ഒരു സംഭവമായിരുന്നു ഇതുവരെ. ഇന്നലെ രാത്രി വരെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള തമിഴരുവി മണിയന് പോലും അറിഞ്ഞുകൂടായിരുന്നു രജനീകാന്ത് നാളെ എന്ത് സംസാരിക്കുന്നു. അത് ഒരുപക്ഷെ രജനീകാന്തിന് പോലും അറിഞ്ഞുകൂടായിരുന്നു ഇരിക്കാം. അങ്ങനെ ഒരു ഡിസൈഡഡ് ടു ബി ഇൻഡിസൈഡഡ്, റിസോൾവ് ടു ബി ഇറസല്യൂട്ട് എന്ന് പറയുന്ന ഒരു മൂർത്തിമത് ഭാവം, ഒരു ഇപ്പിറ്റമിയാണ് രജനീകാന്ത്. അതുകൊണ്ടാണ് തമിഴക രാഷ്ട്രീയം ഇത്രയും ഒരു രസകരമായ ഒരു സംഭവമായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നാളെ എന്ത് സംഭവിക്കും, AIADMK-യോട് കൂട്ടുപിടിക്കുമോ BJP-യോട് കൂട്ടുപിടിക്കുമോ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞു വന്നത് BJP ഇപ്പോൾ ചിരിക്കുന്നുണ്ട്. പക്ഷെ ആ ചിരിയുടെ പിന്നിൽ, ആ ഒരു സ്മൈലിന്റെ പുറകിൽ ഒരു കൺസേൺ ഉണ്ട്. കാരണം അവരെയും കവച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളായി മാറുമോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തിനങ്ങനെ ആശങ്കപ്പെടണം BJP-യെ സംബന്ധിച്ചിടത്തോളം? രജനീകാന്ത് രാഷ്ട്രീയത്തിൽ വരികയാണെങ്കിൽ, ഈ പറയുന്ന സ്പിരിച്വൽ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ BJP-ക്ക് ആ റൂട്ടിൽ ഒരാളെ കിട്ടുകയല്ലേ ചെയ്യുന്നത്? നാളെ BJP-ക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയമായിട്ടും BJP ഇപ്പോ തൽക്കാലം ഒരു 5 വർഷം രജനിയെ പിന്നിൽ നിന്ന് തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ രജനിയുടെ ഒരു ആരാധക വൃത്തത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ BJP-ക്ക് ആഗ്രഹങ്ങളുണ്ട്. BJP ഈസ് എ വെരി ഹൈലി അംബീഷ്യസ് പാർട്ടി ഇൻ തമിഴ്നാട്. അവരുടെ അംബിഷനും റിയാലിറ്റിയുമായിട്ട് യാതൊരു യോജിപ്പും ഇല്ല എങ്കിലും, പക്ഷെ ഈ 5 വർഷം എനിക്ക് തോന്നുന്നു BJP-ക്ക് അകത്തും ഒരുപാട് ആളുകളുണ്ട്. 5 വർഷം നമുക്ക് രജനിയെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാമെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരായിരിക്കും അവരുടെ സ്വാധീനം എത്രത്തോളം രജനീകാന്തിൽ ഉണ്ടാകും എന്നുള്ളതനുസരിച്ചിരിക്കും ഇനി വരാൻ പോകുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതിന് മറുപടി പറയാമോ? രജനി ഉണ്ടാക്കുന്ന ഒരു ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആ ക്യാപിറ്റൽ 2026 സ്പെൻഡ് ചെയ്യാൻ BJP-ക്ക് കഴിയുമെന്ന തോന്നലുണ്ടെങ്കിൽ രജനിയുടെ പിന്നിൽ അണിനിരക്കുന്നതല്ലേ BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്ട്രാറ്റജി? നമുക്ക് അറിയാവുന്നിടത്തോളം തമിഴ്നാട്ടിൽ BJP-ക്ക് അത്തരത്തിലുള്ള ആളെ മുന്നിൽ നിർത്തേണ്ടതുണ്ട്. അതിന് ഇപ്പോൾ അവർക്ക് ലഭ്യമായിരിക്കുന്ന ആൾ, ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരാൾ രജനീകാന്ത് തന്നെയാണ്. പക്ഷെ അത് ആ പാതയിൽ BJP-യെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ രജനീകാന്തിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 2021 വലിയ തോതിലുള്ള നേട്ടങ്ങൾ BJP-ക്ക് രജനീകാന്ത് വഴി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനപ്പുറത്തേക്ക് രജനീകാന്തിന് ഈ രാഷ്ട്രീയ താല്പര്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ, അല്ലെങ്കിൽ രജനീകാന്തിനുള്ള മറ്റുള്ള രാഷ്ട്രീയ താല്പര്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ച് ഇപ്പോൾ രജനീകാന്ത് ഒരു ഷുവർ ബെറ്റാണ് തമിഴ്നാട്ടിൽ. രജനീകാന്തിനെ സംബന്ധിച്ചും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ആശ്രയിക്കാനില്ല. അദ്ദേഹത്തിന് BJP-യിലേക്ക് തന്നെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അരുൺ, നോക്കൂ, രജനീകാന്ത് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു ഡിസംബർ 31 എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഉറപ്പുള്ളത്. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ? അദ്ദേഹം മുന്നണിയായിട്ടാണോ മത്സരിക്കാൻ ആലോചിക്കുന്നത്? അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തോടൊപ്പം കൂടാവുന്ന പാർട്ടികൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു നിരീക്ഷണമുണ്ടോ?
ഇതൊരു ചോദ്യം. രണ്ട്, നേരത്തെ മഹേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കമൽഹാസന്റെ പാർട്ടി തീർത്തും വ്യത്യസ്തമായ ഒരു നിരീക്ഷണമുള്ള പാർട്ടിയാണ്. എന്നാൽ ഇവർക്ക് പരസ്പര ബഹുമാനം ഉണ്ട് താനും. ഈ കമൽഹാസന്റെ പാർട്ടിയുമായി രജനിയുടെ പാർട്ടി ചേരുന്നത് സംഭവ്യമാണോ? നേരത്തെ വിഷ്ണു ആണെന്ന് തോന്നുന്നു പറഞ്ഞത് രണ്ടുപേരും രണ്ട് ധാരകളിലാണ്, ഒന്ന് ഇടതും ഒന്ന് വലതും. മഹേഷ് പറഞ്ഞോളൂ, അരുൺ കേൾക്കാം. ഒരിക്കലും ഒരു ലെഫ്റ്റിസവും റൈറ്റിസവും ഒന്നും ഇവിടെ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ കമൽഹാസൻ ഒരു അവിശ്വാസിയാണ്, രജനീകാന്ത് ഒരു പൂർണ്ണമായ ഒരു വിശ്വാസിയാണ്, ഒരു സ്പിരിച്വൽ പോളിറ്റിക്സിന്റെ ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊന്നുമല്ല. ഇവർ രണ്ടുപേരും പറയുന്നത്, നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഭവം, ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. രണ്ടുപേരും ഇപ്പോൾ ഇരിക്കുന്ന കറപ്റ്റ് ആയിട്ട് എന്ന് അവർ പറയുന്നത് അത് സത്യവുമാണ്. കറപ്റ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ ഒരു ആന്റൈ കറപ്റ്റ് ആയിട്ടുള്ള ഒരു സുതാര്യതയുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവരിക എന്നുള്ള രണ്ടുപേരും പറയുന്നത്. ഇതാണ് ഇവരുടെ ഒരു കോമൺ ഗോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാള് നാസ്തികനും ഒരാള് പിന്നെ ആഗ്നോസ്റ്റും ഇതായതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും വരില്ല അതിന്. അപ്പൊ രാഷ്ട്രീയത്തിലെ ആളുകൾ, എനിക്ക് തോന്നുന്നു വോട്ടർമാർ നോക്കുന്നത് വിശ്വാസങ്ങളല്ല, ഐഡിയോളജി പോലും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഇലക്ഷനെ നേരിടുന്നത്. ഐഡിയോളജി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളിപ്പോ മാർക്സിസം പറയുന്ന പാർട്ടികൾ പോലും മാർക്സും ഹെഗലും പറഞ്ഞതൊന്നും പ്രാക്ടീസ് ചെയ്യാത്തൊരു സമയമാണ്. പക്ഷെ ആളുകൾ നോക്കുന്നത് എന്താണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, MLA മാർ, കൗൺസിലർമാർ, അവരെന്താണ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു രീതി ഇവർ രണ്ടുപേരും മനസ്സിലാക്കാനുള്ള ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു സംഭവം ഈ രണ്ടുപേർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ദികേഷ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല, വിദൂരമല്ലാത്തൊരു ഭാവിയിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാലോ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, ഒരു സ്പെക്കുലേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ 5% മാത്രം വോട്ട് പിടിച്ച കമൽഹാസൻ, അദ്ദേഹത്തോട് ഞാനിത് സംസാരിച്ചു, അദ്ദേഹം പറയും അപ്പോ കമൽഹാസൻ 5% വോട്ട് പിടിച്ചു, അതും സിറ്റീസിൽ മാത്രമാണ് 3.5% പിടിച്ചത്, മറ്റിടത്തെല്ലാം 2%, 3%. രജനീകാന്തിന് കുറച്ചുകൂടെ വളരെ വിപുലമായിട്ടുള്ള ആരാധക വൃത്തം ഉള്ള പ്രാന്തപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ഒരുപക്ഷെ 20% വോട്ട് പിടിച്ചേക്കാം, 15-20%. പക്ഷെ ഈ 20ഉം 5ഉം ചേർന്ന് 25% ഒരുപക്ഷെ 60% ആയേക്കാം എന്നുള്ള സാമാന്യ ബുദ്ധി കമൽഹാസനും രജനീകാന്തിനും ഉണ്ടാവേണ്ട സമയമായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ പരാജയത്തിനെ തുറച്ചു നോക്കുന്ന ഒരു സമയത്ത് ഇവർ രണ്ടുപേരും കൈകോർക്കുവാനും ഒപ്പം ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ തുല്യമായി എതിർക്കുന്നത് ഒരേ ശക്തികളെയാണ്, അല്ലെങ്കിൽ കറപ്ഷനെയാണ്. അതിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. നമുക്ക് സുതാര്യമായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഉണ്ടാക്കേണ്ടത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും നടക്കുന്ന ഒരു സംഭവമല്ല. ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുക എന്നൊരു സംഭവം നടന്നേക്കാം. 4 മാസമേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷെ എപ്പോഴും പോളിറ്റിക്സിൽ 4 months is an eternity എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി ശരി രഞ്ജിനി, ഞാൻ ഒരു ബ്ലൈൻഡ് ചോദ്യം, അതായത് ഒരു വോട്ടർ എന്നുള്ള നിലയിൽ, ഇപ്പോൾ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചല്ലോ, ഐഡിയോളജി ഒരു വിഷയമല്ല നമുക്കിപ്പോൾ വോട്ട് ചെയ്യുന്നതിന്. നമ്മൾ ഒരുപാട് ഐഡിയോളജി കണ്ടിട്ടുള്ളതാണ്, പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആത്യന്തികമായി ഐഡിയോളജിയെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ വീക്ഷണം ഉണ്ടാകും. എനിക്ക് എൻ്റെ വീക്ഷണവും രഞ്ജിനിക്ക് രഞ്ജിനിയുടെ വീക്ഷണവും ഉണ്ടാവും. പക്ഷേ അതൊരു വിഷയമല്ല എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും, നമ്മുടെ വോട്ടർമാർ എപ്പോഴും മാറ്റം മറിച്ചിൽ നടത്തുന്നു. രഞ്ജിനി ഒരു തമിഴ്നാട്ടിലെ വോട്ടർ ആണെങ്കിൽ രജനീകാന്തിന് വോട്ട് ചെയ്യുമോ? ഇല്ല, സോറി. அதுக்கு ഒരുപാട് റീസൺസ് ഉണ്ട്. ലൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് നേരത്തെ തുടങ്ങിയാൽ മേ ബി ഐ വുഡ് ഹാവ് ചേഞ്ച് മൈ മൈൻഡ്. അല്ലെങ്കിൽ ഇവര് കമൽ ആൻഡ് രജനി എന്തെങ്കിലും ജോയിൻ ചെയ്താൽ പെർഹാപ്സ് ആസ് എ വോട്ടർ നമുക്ക് അത് യുനോ ഫോർ ഗുഡ്നെസ് സേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് തുടങ്ങിയത് വളരെ ലേറ്റ് ആയി പോയാണ് എൻ്റെ my opinion. പക്ഷെ ലേറ്റായി വന്നാലും രഞ്ജിനി ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള വിഷയമില്ലേ? നോക്കൂ, രജനിയെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമാണ്. അദ്ദേഹം സത്യസന്ധനാണ്, അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല, അദ്ദേഹം സെക്യുലർ ആണെന്നാണ് നമ്മൾ കരുതുന്നത്. സെക്യുലർ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ബിക്കോസ് അങ്ങേരുടെ പാർട്ടി തന്നെ ഇസ് എ സ്പിരിച്വൽ വേ. ഈ സ്പിരിച്വൽ വേ എന്ന് പറയുമ്പോൾ എത്രയോ എന്താ പറയാ മൈനോറിറ്റീസ് ഉണ്ട്, അവര് വിശ്വാസം ഇല്ലല്ലോ. ബിക്കോസ് അല്ല, സെക്യുലർ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ അത് ഒരു മതത്തിന്റെ മാത്രം സ്പിരിച്വാലിറ്റി വേണമെന്നുണ്ടോ?
because അങ്ങേരുടെ ഒരു എക്സ്പീരിയൻസ് ഐ മീൻ നമുക്ക് എടുത്ത് നോക്കിയാലേ we can see that he is in favor of BJP. അപ്പോൾ തമിഴ്നാട്ടിലെ ഫുൾ ഓഫ് ദ്രവീഡിയൻ കൾച്ചറാണ്. അവരെ ഇങ്ങനത്തെ എന്താ പറയാ BJP പ്രോ ഹിന്ദുത്വ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോ how is he going to change that ideology? അത് പണ്ടല്ലേ നോക്കൂ, തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയമാണ്, നാസ്തിക രാഷ്ട്രീയമാണ്. പക്ഷെ ഇപ്പോ തമിഴ്നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഈ വേൽ എന്താ പറയാ ഈ പ്രൊസഷൻ തന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റ് പറയാൻ പറ്റില്ല, ഒരു വേവ് തന്നെ, ഒരു ക്യാമ്പയിൻ തന്നെ, വേൽ ക്യാമ്പയിൻ തന്നെ, അത് അത്രയ്ക്ക് അത് കുറച്ച് ഫ്ലോപ്പ് ആയി പോയല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ തമിഴ്നാട് പീപ്പിൾ, അവർ ദ്രവീഡിയൻസ്, അവർക്ക് പേടിയാണ് ടു ഗെറ്റ് ഇൻ ടു പ്രോ ഹിന്ദുത്വ. അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അവരുടെ ഐഡിയോളജി ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടു ദ നോർത്ത് ആയിരിക്കാം. സോ അത് കാരണം കൊണ്ടാണ് ഈ ബിക്കോസ് ഇപ്പോ രജനി സാറോട് ഇരിക്കുമ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഇന്ന് തന്നെ RSS പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ ദാറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് റിസർവേഷൻസ് ഉണ്ട്. മഹേഷ്, അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, BJPയോടൊപ്പം നിന്നാലാണ് രജനീകാന്തിന് രക്ഷ എന്ന്. ഒന്ന് BJPയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ രജനീകാന്തിന്റെ ഒരു വ്യക്തിത്വം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രണ്ട്, BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിനോട് എപ്പോഴും വിരക്തി കാണിച്ചിട്ടുള്ള ജനതയാണ് തമിഴ് ജനത. BJPക്ക് സ്വന്തമായിട്ടൊരു ഒരു ഭരണം അവിടെ ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് രജനീകാന്ത് വഴി മാത്രമേ ആകുള്ളൂ. രജനീകാന്തുമായിട്ട് കൂട്ടുപിടിച്ചാൽ മാത്രമേ BJPക്ക്, അതിപ്പം പൂർണ്ണമായിട്ടും BJPയുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് BJP സപ്പോർട്ട് ചെയ്തിട്ടോ ആണെങ്കിലും രജനീകാന്ത് ഭരണത്തിൽ വന്നാൽ മാത്രം കൊണ്ടേ BJPക്ക് ഗുണമുള്ളൂ. അല്ലാതെ ഇപ്പോൾ അല്ലാണ്ട് തമിഴ്നാട്ടിൽ BJPക്ക് രജനീകാന്തിനെ വിസ്മരിച്ചുകൊണ്ട് AIDMK ആയിട്ട് നിന്നാൽ അവിടെ ഇത്തവണയും ജയിക്കാൻ പറ്റുന്ന എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. പിന്നെ നേരത്തെ രഞ്ജിനി മാഡത്തിനോട് ചോദിച്ച ഒരു ചോദ്യം നികേഷ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, രജനീകാന്താണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് അവിടെ നിൽക്കുന്നതെങ്കിൽ, എനിക്ക് അവിടെ തമിഴ്നാട്ടിലാണ് വോട്ടെങ്കിൽ, എന്റെ കോൺസ്റ്റിറ്റ്യൂൻസിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് നിൽക്കുന്നെങ്കിലും ഞാൻ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുള്ളൂ. കാരണം എനിക്ക് രജനീകാന്തിനെ ഒരു മനുഷ്യനുള്ള രീതിയിൽ ഇഷ്ടമാണ്, എനിക്ക് വിശ്വാസമാണ്. ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം തെളിയിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നികേഷ്, 3 വർഷത്തിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ മുൻനിർത്തി ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ സാധിച്ചു തരുവാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തി പോകും എന്ന് പറയുവാൻ ആർജവം കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. വേറെ ആർക്കും അത് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന് ഇനി കാശൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ഭരണം കിട്ടിക്കഴിയുമ്പോൾ ജയലളിത ആദ്യത്തെ ഭരണകാല സമയത്ത് ചെയ്തതുപോലെ ശശികലയായിട്ട് കൂട്ടുപിടിച്ച് നാട് മൊത്തം പിടിച്ചടക്കാനോ സ്വർണവും വെള്ളിയും വാങ്ങിച്ചു കൂട്ടുവാനോ സ്വന്തം കോടികൾ കൂട്ടുവാനോ ഒന്നും രജനീകാന്ത് ശ്രമിക്കില്ല. ജനങ്ങൾക്ക് അദ്ദേഹത്തിന് അതുപോലെ വിശ്വാസമാണ്. നേരത്തെ അരുൺ സാറ് പറഞ്ഞ പോലെ സാധാരണ ജനങ്ങൾ, നാട്ടുപുറത്തെ ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ ശക്തി. അത് വലിയ കാര്യമാണ്. അത് കമൽഹാസൻ ഇല്ലെന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഇലക്ഷനിൽ തെളിയിക്കുകയും ചെയ്തു. അവര് തമ്മിൽ ഒരുമിച്ച് വന്നാലും ഈ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഇഷ്യൂ മാത്രമല്ല, ഐഡിയോളജിയുടെ വ്യത്യാസം മാത്രമല്ല, ആരെ മുൻനിർത്തി എന്നുള്ള പ്രശ്നമുണ്ട്. ഇവിടെയും രജനീകാന്തിനെ മുൻനിർത്തിയാൽ മാത്രമേ രജനീകാന്ത് ഉണ്ടാക്കുന്ന പാർട്ടിക്കാണെങ്കിലും BJP വരികയാണെങ്കിൽ BJPക്കും ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറൊരു ഇതും ഞാൻ അതിനകത്ത് കാണുന്നില്ല. ഇവിടെ ശ്രീമതി രഞ്ജിനി, എന്തുകൊണ്ടാണ് ഇവരൊക്കെ നല്ല പ്രായം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാത്തത്? നല്ല പ്രായത്തിൽ ഇവരൊക്കെ തന്നെയും സിനിമാഭിനയത്തിൽ മുഴുകുക. ഇപ്പോൾ രജനീകാന്ത് ആയാലും കമൽഹാസനായാലും നല്ല പ്രായം എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് കൂടുതൽ പ്രവർത്തനക്ഷമമാകാൻ കഴിയുന്ന കാലഘട്ടത്തിൽ. അത്ര അട്രാക്റ്റീവാണോ സിനിമ? അങ്ങനെയാണെങ്കിൽ സിനിമയിൽ മാത്രം കഴിഞ്ഞാൽ പോരെ എന്നൊരു ചോദ്യം അതിന്റെ പിന്നാലെ വരും. അത് അന്ന് MGR സർ ഉണ്ടായിരുന്നു, പിന്നെ ജയലളിത മാം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അവർക്ക് അത് പേടി, ഡെഫിനറ്റ്ലി അവര് പൊളിറ്റിക്സിൽ they said no അന്നത്തെ ടൈം. ബിക്കോസ് ഇവരുടെ ഒപ്പം അവർക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല വളരെ ബിസിയാണ്, ഇപ്പോഴും പുള്ളിക്കാരൻ ബിസിയാണ്. പക്ഷെ പ്രായം, എല്ലാവർക്കും പ്രായം കൂടുമല്ലോ. പക്ഷെ ഇപ്പൊ അവർ എന്താ പറയുന്നു, ആ വാക്യൂം അവിടെ ഉണ്ട്.
ജയ മാഡം ഇല്ല. അത് കാരണം കൊണ്ട് ഞാൻ ഇറങ്ങിയാൽ വോട്ട് അവർ ഒന്നും ആ പഴയ ചിന്തയിലാണ്. സ്റ്റിൽ അവരുടെ വിചാരം ഈ ആക്ടേഴ്സ് വെച്ചിട്ട് വോട്ട് മേടിക്കാം, നമുക്ക് CM ആവാം. നേരത്തെ അങ്ങേര് CM ആവുമെന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിൻവലിച്ചു. ഐ എം നോട്ട് ഗോയിങ് ടു ബി ദ CM, പക്ഷെ ഞാൻ വേറെ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഒരു ആസ് എ വോട്ടേഴ്സ് എങ്ങനെ അവർക്ക് വോട്ട് ചെയ്യും? ബിക്കോസ് ഇവര് തിരിച്ച് മാറ്റിയാണ് പറയുന്നത്, ഒരു കൺസിസ്റ്റൻസി ഇല്ല. അങ്ങനെ വരുമ്പോ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. സോ ദാറ്റ്സ് വാട്ട്, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ആണ് പറയുന്നത്. ബിക്കോസ് ഇവര് കമലും രജനിയും മേ ബി ജോയിൻ ചെയ്താൽ പെർഹാപ്സ് കുറച്ച് പെർസെന്റേജ് അവർക്ക് വിൻ ചെയ്യാം. പക്ഷേ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ ഹ്യൂജ് ഡിസൈഡർ ഫാക്ടർ. ദാറ്റ്സ് വെരി റെയർ. എന്തായാലും ഒരു ത്രികോണ മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ത്രികോണ മത്സരത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അങ്ങനെ ഒരു ത്രികോണ മത്സരം ഇപ്പോൾ അണ്ണാ-DMKയുടെ കൂടെ BJP നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണേണ്ടതുണ്ട്. BJP ഇനി അഥവാ അണ്ണാ-DMK സഖ്യം വിട്ട് വരികയാണെങ്കിൽ രജനിക്ക് അതിൽ താല്പര്യം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാനിരിക്കെ ഇനിയിപ്പോൾ പോകെ അറിയാനിരിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത്രയും വലിയ അനിശ്ചിതത്വം തന്നെ ഒരുപക്ഷെ രജനീകാന്തിന് ഫേവറബിൾ ആകുമെന്ന് കരുതാൻ നമുക്ക് ന്യായങ്ങളില്ലേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, അങ്ങനെ രജനീകാന്തിന് അനുകൂലമായി വരുന്ന രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ആണ് തമിഴ്നാട്ടിലുള്ളതെന്ന് പറയാൻ കഴിയില്ല. അവിടെ കഴിഞ്ഞ 5 വർഷമെങ്കിലുമായും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളുണ്ട്, സ്റ്റാലിൻ അവിടെ നിൽക്കുന്നു. അതിന്റെ പാർട്ടി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ശക്തി ആർജിച്ചു നിൽക്കുകയാണ്. ഇപ്പുറത്ത് അണ്ണാ-DMKയുടെ അവസ്ഥ, അത് അവരാണ് ഭരിക്കുന്നതെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ഇനി ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ അലൈൻമെന്റ് എങ്ങനെയായിരിക്കും? നമ്മൾ പറഞ്ഞു ചോദ്യത്തിന് അതുണ്ടല്ലോ, BJP എവിടെ നിൽക്കും, ആര് BJP-യുമായി കൂട്ടുകൂടും, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് അത്ര കൃത്യമായി ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാനൊരു പൊളിറ്റിക്കൽ DMKക്ക് ഭൂരിപക്ഷം തികക്കാനുള്ള അംഗസംഖ്യ ഇല്ല എന്ന് വിചാരിക്കുക, ഒരു ഹങ് അസംബ്ലി വരുന്നു എന്ന് വിചാരിക്കുക. BJP-യുടെ ഒരു ബ്രോക്കറിങ്ങിൽ അണ്ണാ-DMKയുടെ സപ്പോർട്ട് രജനീകാന്ത് നേടിയെടുക്കുകയാണ് എങ്കിൽ ഒരു നമുക്കറിയില്ല, ഞാൻ വളരെ ദൂരെ കാണുകയാണെന്ന് വിചാരിച്ചോളൂ, ഒരു മുഖമായിട്ട് BJP-ക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള സ്വാധീനം, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമുള്ള സ്വാധീനം, അത് രജനീകാന്തിനെ അനുകൂലമായി ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാപിറ്റൽ പിന്നീട് സ്പെൻഡ് ചെയ്യാനുള്ള പാർട്ടി BJP ആണ്. അത് അങ്ങനെ ഒരു സാഹചര്യം നമുക്കിപ്പോ പല രീതിയിലും സാഹചര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോഴും കരുതുന്നത് രജനീകാന്തിന്റെ ഇതപര്യന്തമുള്ള നിലപാടുകളിലെ ആ ചാഞ്ചാട്ടം വെച്ച് നോക്കുമ്പോൾ ഉറച്ച രാഷ്ട്രീയ നിലപാടുമായി വ്യക്തതയോടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴും ഉണ്ട്. നമുക്കിപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല എന്താണ് ഏത് രൂപത്തിലുള്ള ഏത് സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പരിവർത്തനമാണ് രജനീകാന്തിന് സംഭവിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് നമുക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഉപദേശകരെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഗുരുമൂർത്തിയുടെയും വേറൊരു മൂർത്തിയുടെയും ഒരു കാര്യം പറയുകയുണ്ടായല്ലോ. അപ്പൊ ഈ രീതിയിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശക്തികേന്ദ്രമായ അത് മാത്രമുള്ള തമിഴ്നാട്ടിൽ അദ്ദേഹം സിനിമാ നടൻ എന്ന നിലയിൽ പ്രസിദ്ധനായി, ജനപ്രിയ നടനായി. പക്ഷെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് ആ ദ്രാവിഡ രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്നതിന്, അതിന്റെ ആത്മാവിനെ കണ്ടെത്തി അത് കീഴ്പ്പെടുത്തുന്നതിന് എത്രമാത്രം കഴിയും എന്ന കാര്യങ്ങളൊക്കെ ഇനിയും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ശ്രീ വിഷ്ണു നാഗരാജൻ, നോക്കൂ, അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ രജനീകാന്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു സ്റ്റേച്ചർ തന്നെ, രാഷ്ട്രീയക്കാരൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിൽപ്പ് തന്നെ യഥാർത്ഥത്തിൽ ആളുകൾ സംശയത്തോടെ കാണുമ്പോൾ, ഇപ്പോൾ അണ്ണാദുരൈയുടെ കാലഘട്ടത്തിൽ MGR ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞു. അണ്ണാദുരൈ തന്നെ യഥാർത്ഥത്തിൽ MGR-നെ പാവങ്ങളുടെ പടത്തലവനായി സിനിമയിൽ വളർത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് MGR-നെ സംബന്ധിച്ചിടത്തോളം സ്മൂത്ത് ട്രാൻസ്ഫർ ആയിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ മക്കൾ മണ്ഡലവും പിന്നീട് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട്. അതൊന്നുമില്ല, വളരെ ബ്ലാങ്കായി നിൽക്കുകയാണ് അല്ലേ ശ്രീ വിഷ്ണു? ഫസ്റ്റ് എനിക്ക് കുറച്ച് കാര്യം ക്ലാരിറ്റി കൊടുക്കണം. സോ ഇപ്പൊ രജനീകാന്ത് എന്ന ഒരു വ്യക്തിയെ ഇവര് മാക്സിമം ഒരു വെപ്പൺ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവര് BJP ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ ഈവൻ ധന്യ മാം ഓർ രഞ്ജിനി മാം ഒക്കെ കുറെ പറയുന്നത് ഇദ്ദേഹം BJP ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇദ്ദേഹത്തിന്റെ തമിഴരുവി മണിയൻ എന്നൊരു വ്യക്തിയും കൂടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം ആന്റി ദ്രാവിഡൻ
ഒരു പൊളിറ്റിക്സ് കൊണ്ടുവരുന്ന കാമരാജറിന്റെ കാലത്ത് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു തമിഴരുവി മണിയയ്യ. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ഈ ആന്റി ദ്രാവിഡൻ ഫോഴ്സിനെ എങ്ങനെയെങ്കിലും ഒരു ബിൽഡ് ചെയ്യണം. കാരണം തമിഴ്നാട്ടിൽ ആന്റി ദ്രാവിഡൻ വോട്ട്സ് ഒരു 20%, ഞാൻ പണ്ടത്തെ ഡിബേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് സ്പ്ലിറ്റ് ആയിട്ട് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ കമൽ TV ദിനകരൻ അങ്ങനെ കുറെ പേർക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇതിനെ ഒരു യുണൈറ്റ് ചെയ്തിട്ട് കുറെ അവർ ട്രൈ ചെയ്തു. വൈക്കോ കൊണ്ട് ട്രൈ ചെയ്തു, വിജയകാന്ത് കൊണ്ട് ട്രൈ ചെയ്തു, ബട്ട് ഇറ്റ് ഫെയിൽ. ബട്ട് അവസാനം അദ്ദേഹം രജനീകാന്ത് എന്ന ഒരു വ്യക്തിയെയാണ് അദ്ദേഹം മുൻനിർത്തി വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ശ്രദ്ധിക്കണം, അദ്ദേഹം ആന്റി ദ്രാവിഡ് എന്നൊരു ടീമിനെയാണ് അവിടെ ഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തമിഴരുവി മണിയയ്യ. ഇപ്പൊ BJP എന്ന് പറയുന്നത് ADMK ആയിട്ട് ഓൾറെഡി അലയൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി അവരത് അമിത്ഷാ വന്നപ്പോൾ തന്നെ പറഞ്ഞു ദേ ആർ ഗോയിങ് ടു ക്രിയേറ്റ് ആൻ അലയൻസ് വിത്ത് ADMK. ആ സമയത്ത് ഈവൻ ഒരു BJPയിൽ ഇരുന്ന ഒരു പഴയ ഒരു വ്യക്തി ഈ രജനീകാന്തായിട്ട് ഒരു സംഘടനാപരമായിട്ട് വരുമ്പോഴും ഇദ്ദേഹം എന്തായാലും ഇനി ഒരു ADMKയോട് പോയി കൂട്ടുകക്ഷി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി ഇദ്ദേഹം വരുമ്പോൾ തന്നെ പറയുന്നു, ഈ കമലഹാസനും ആവട്ടെ എല്ലാവരും ഈ ദ്രാവിഡൻ ഈ പൊളിറ്റിക്സ് തന്നെ കംപ്ലീറ്റ്ലി വാനിഷ് ചെയ്ത് ഇദ്ദേഹം ഒരു തേർഡ് ഫ്രണ്ട് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ഇന്റൻഷനിലാണ് വരുന്നത്. അപ്പൊ ഓൾറെഡി ഫോം ചെയ്ത BJP ADMK ഫോം ചെയ്തതിലേക്ക് ഇദ്ദേഹത്തിനായിട്ട് മാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് രജനീകാന്തിനെ കുറിച്ച് നെഗറ്റീവായി പറയാൻ അദ്ദേഹത്തെ വ്യക്തിപരമായുള്ള ഒരു നെഗറ്റിവിറ്റി ഇല്ല. അദ്ദേഹം ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രൊഫഷനിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് ഇമേജ് ഇല്ല. ഈവൻ രഞ്ജിനി മാം ഒക്കെ പറയുമ്പോൾ അദ്ദേഹം നല്ല വ്യക്തിയാണ്, ബട്ട് ഈസ് നോട്ട് ഫിറ്റ് ഫോർ പൊളിറ്റിക്സ്. Because there is nothing to put against Rajinikanth. The only thing now what they are doing is they are BJP B team ആണ്. ഇദ്ദേഹം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ബട്ട് ഇഫ് യു സി DMKയും BJP ആയിട്ട് അലയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദ്രാവിഡം എന്ന് പറയുന്ന അദ്ദേഹം ADMK തന്നെ ഇപ്പൊ BJP ആയിട്ട് കൂട്ടുകക്ഷി തന്നെയാണ്. ഈ DMKയും പല ചരിത്രങ്ങളുണ്ട്. 2006 I think they already aligned with NDA. സോ ഈ ഒരു പാർട്ടിപരമായിട്ട് നോക്കുമ്പോൾ BJP ആയിട്ട് മുന്നിലും BJPയിൽ നിന്ന് വന്ന കുറെ ആൾക്കാർ ADMKയിലും നല്ല പൊസിഷനിലുള്ള ആൾക്കാരുണ്ട്, ADMKയിലും ആൾക്കാരുണ്ട്. സോ ഒരു വ്യക്തിപരമായ ആൾക്കാർ രജനീകാന്തിനെ വിശ്വസിച്ച് വന്നിട്ടുണ്ട്. ഈ BJP എന്നൊരു ഇമേജ് സത്യം പറഞ്ഞു വെച്ചാൽ ഇത് ഒരു ബിൽഡഡ് ആണ്. ഈവൻ മേ ബി വി ക്യാൻ സേ ഫ്രം മൈ ഒപ്പീനിയൻ ആ ഒരു DMK ആണ് ഇതിനെ ഏറ്റവും വലിയ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ. ബിക്കോസ് ഇറ്റ്സ് എ സ്മൂത്ത് ജേർണി ആയിരുന്നു സ്റ്റാലിന്. ബട്ട് ഇപ്പൊ രജനീകാന്തിന്റെ എൻട്രി കൊണ്ട് ഒരു ത്രികോണ മത്സരം വരും. ഈ ത്രികോണ മത്സരം രജനീകാന്തിന് അഡ്വാൻറ്റേജും ആണ്. ബിക്കോസ് എന്തൊക്കെ പറഞ്ഞാലും ADMKന്റെ വോട്ട് ബാങ്ക് അത്രയ്ക്ക് ഡൗൺ ആകാൻ പോകുന്നില്ല. DMKയും സ്ട്രോങ്, ADMK സ്ട്രോങ്. സോ ഈ ഒരു ത്രികോണ മത്സരം രജനീകാന്ത് അഡ്വാൻറ്റേജ് ചെയ്തിട്ട് ഒരു 35% വോട്ട് ഗെയിനിൽ തന്നെ ഇപ്പൊ ബീഹാറിലൊക്കെ നടന്ന പോലെ അദ്ദേഹത്തിന് സീറ്റ്സ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അദ്ദേഹത്തിന് ഓൾറെഡി ഇമേജും ഉണ്ട്. അഫ്കോഴ്സ് ദ വെപ്പൺ ഓഫ് രജനീകാന്ത് അദ്ദേഹം ലേറ്റ് ആയിട്ട് വന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് ഇതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കമ്മിങ് ഇൻസൈഡ് ദ പൊളിറ്റിക്സ് വിത്തിൻ 3 months രജനീകാന്ത് വന്നു എന്ന ഒരു പർട്ടിക്കുലർ ട്രെൻഡ് കൊണ്ട് അടിച്ച് ജയിക്കാനുള്ള ഒരു അങ്ങനെയാണ് വിഷ്ണു നാഗരാജന്റെ അഭിപ്രായം. അതായത് ഇതുപോലും ഒരു വെപ്പണാണ് എന്നുള്ളതാണ്, ലേറ്റായി വന്നത് പോലും ഒരു വെപ്പണാണ് എന്നുള്ളത് നല്ല നിരീക്ഷണമാണ്. അതും ശ്രീ വിഷ്ണു, ഒപ്പം തന്നെ അരുൺ റാം, ധന്യ രാജേന്ദ്രൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രഞ്ജിനി, മഹേഷ്, എഴുത്തിയ സാധിച്ചതിന് നന്ദി. നമസ്കാരം.